എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ എൻ്റെ കൂടെ ഡിസ്കഷൻ പങ്കെടുക്കുന്ന ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വിഷയം സ്വകാര്യ പൊതുമേഖല തൊഴിലിടങ്ങളിലെ ഡിസബിലിറ്റി ഇൻക്ലൂഷൻ എന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ അൾട്ടിമേറ്റായിട്ട് ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ്, സ്പെഷ്യൽ സ്കൂളുകൾ, വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്ററുകൾ, ഇത്തരം സംവിധാനങ്ങളെല്ലാം തന്നെ അൾട്ടിമേറ്റ് ലക്ഷ്യം വെക്കുന്നത് ഡിസബിലിറ്റിയുള്ള ഒരു വ്യക്തിയുടെ ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ പൊതുജീവിതത്തിൽ, പൊതുസമൂഹത്തിൽ സ്വയം പര്യാപ്തമായിട്ട് ജീവിക്കാൻ അവന് അവകാശമുണ്ട് എന്നുള്ളതും അത് വകവെച്ച് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ സ്പേസ് ഒരുക്കേണ്ടത് സമൂഹമാണ് എന്നുള്ള ബോധവും നമുക്കുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലേക്ക് ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റിയെ, പ്രത്യേകിച്ച് ഡിസബിലിറ്റി ഉള്ള ആളുകളെ നമ്മുടെ തൊഴിലിടങ്ങളിൽ, അത് പ്രൈവറ്റ് സെക്ടർ ആവട്ടെ ഗവൺമെൻറ് സെക്ടർ ആവട്ടെ, അത്രത്തോളം ഉൾക്കൊള്ളിക്കാൻ പലവിധ കാരണങ്ങളാൽ നമുക്ക് സാധിച്ചിട്ടില്ല. ഈ വിഷയത്തിലാണ് നമ്മൾ ഇന്ന്, ഒരുപാട് വലിയ വിഷയമാണ്, ഒരിക്കലും ഒരു ചെറിയ 1 മണിക്കൂർ ചർച്ചയിൽ തീരേണ്ടതല്ല ഡിസബിലിറ്റി, പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിലെ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമുക്ക് ചർച്ച ചെയ്യാം. ഒരു പക്ഷേ ഇതിൽ ഭാഗവാക്കാവേണ്ടത് ഈ വേദിയിലിരിക്കുന്ന 4 പേർക്കപ്പുറത്തേക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളും കൂടിയാണ്. ആ രൂപത്തിൽ നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ വിഷയത്തിൽ ആദ്യമായിട്ട് ടേക്ക് എടുക്കുന്നത് ഗോപി സാറാണ്. ഗോപി സാർ നേരത്തെ പറഞ്ഞു CRCയിലെ റീഹാബിലിറ്റേഷൻ ഓഫീസറാണ്. ഗോപി സാർ ഈ വിഷയത്തിലെ ഫസ്റ്റ് ടേക്കിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. ഹലോ, ഓക്കെ. ആദ്യമായി കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിൻ്റെ ഈ വേദിയിൽ ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചതും അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ള ഒരു പാനൽ മെമ്പറാക്കിയതിൽ എൻ്റെ ഒരു സന്തോഷവും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നമ്മൾ നിരവധി വിഷയങ്ങളെ സംബന്ധിച്ച് ഈ കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെയും ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇത്തരം ചർച്ചകളിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ആശങ്കകളും അതുപോലെ നിലവിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളുമാണ് നമ്മൾ കണ്ടെത്താനുള്ള ചർച്ചകളാണ് സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം ആശങ്കകളിലും അതുപോലെ നമ്മൾ കണ്ടെത്തേണ്ട പരിഹാര മാർഗങ്ങളിലും ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ നമ്മുടെ ശ്രീ ആദം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു അഡൾട്ട് ഇൻഡിപെൻഡൻറ്റ് ലിവിങ്ങിനെ കുറിച്ചാണ്. ഏതൊരു വ്യക്തിയെ പോലെയും സമൂഹത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ അവകാശവും അതുപോലെ തന്നെ നിൽക്കേണ്ട സാഹചര്യമുള്ള വ്യക്തി കൂടി തന്നെയാണ് ഭിന്നശേഷിയുള്ള വ്യക്തികൾ. ഭിന്നശേഷിയുള്ള വ്യക്തിയായി പോയി എന്നതിൻ്റെ പേരിൽ തൊഴിലിടങ്ങൾ നിഷേധിക്കുകയോ അല്ലെങ്കിൽ തൊഴിലെടുക്കാൻ പറ്റാത്തവരായി കണക്കാക്കപ്പെടുകയോ ചെയ്യേണ്ട ഒരു വിഭാഗമല്ല ഭിന്നശേഷിയുള്ള ആൾക്കാർ. നമുക്ക് മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഇന്നത്തെ പൊതുസമൂഹം നോക്കുമ്പോൾ എത്ര സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ എത്ര പ്രസ്ഥാനങ്ങളിൽ ഭിന്നശേഷിക്കാർ നിലവിൽ ജോലി എടുക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും. വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമേ ഇന്ന് ജോലി എടുക്കുന്നുള്ളൂ. അവിടെയൊക്കെ ജോലി എടുക്കുന്ന ആൾക്കാരുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വളരെ വലിയ റിസൾട്ട് നൽകുന്ന ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളതും വളരെ വലിയ വാസ്തവമായി നിലനിൽക്കെ എന്തുകൊണ്ട് പലരും ഭിന്നശേഷിയുള്ള ആൾക്കാർക്ക് ഇത്തരം അവസരങ്ങൾ നൽകുന്നില്ല എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. 2016 ഭിന്നശേഷി അവകാശ നിയമം ഭിന്നശേഷിക്കാർക്ക് 4% സീറ്റുകൾ, ഗവൺമെൻറ് ജോബുകൾ പൂർണ്ണമായിട്ടും റിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരമൊരു റിസർവേഷൻ പൂർണ്ണമായിട്ടും നിയമപരമല്ല പ്രൈവറ്റ് മേഖലകൾ എന്നുള്ളതും, എന്നാൽ ഭിന്നശേഷിക്കാർക്ക് പ്രൈവറ്റ് മേഖലയിൽ അത്തരം അവസരങ്ങൾ കൊടുക്കണമെന്നുള്ളതും നിയമം നിഷ്കർഷിച്ചിട്ടുണ്ട്.
എന്നാൽ അത് എത്രത്തോളം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെന്ന് നമ്മൾ ഒന്ന് പഠന വിധേയമാക്കേണ്ടതാണ്. ഈ 4% സംവരണം പ്രാബല്യത്തിൽ വരുത്തിയതിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സന്തോഷകരമായുള്ളൊരവസ്ഥ കഴിഞ്ഞ 2 മാസങ്ങൾ നവംബർ മാസത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഏകദേശം 10-ന് മുകളിൽ ബുദ്ധിപരമായ പരിമിതികളിലുള്ള ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ കേരള ഗവൺമെൻറ്റിൻ്റെ PSCയിൽ ജോലിയിൽ കയറി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷകരമായുള്ള കാര്യവും വിജയവും, ആ ആക്ടിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത്. 95-ലെ ഭിന്നശേഷി നിയമത്തിൽ 3% സംവരണമാണെന്നുണ്ടായിരുന്നെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള വിഭജനം പറയാത്തതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ ആർക്കും തന്നെ ജോലിയിൽ കയറാനുള്ള അവകാശം അല്ലെങ്കിൽ അവസരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതും, എന്നാൽ 2016-ലെ ഈ നിയമം വളരെ കൃത്യമായിട്ട് ഈ വിഭജനം പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പല ജോലികളിൽ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം വാങ്ങുന്ന കുട്ടികളുണ്ട്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട്. അതാണ് ഞാൻ RPWD ആക്ടിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് കാണുന്നതും ഇൻക്ലൂഷൻ്റെ ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഫർദർ ചർച്ചകൾ നമ്മൾ ഇതിന് മുന്നോട്ട് പോവാം. റാമിനോടാണ്. റാം ഇൻവിസിബിൾ ഡിസബിലിറ്റി നമ്മൾ പലപ്പോഴും ഡിസബിലിറ്റികളുടെ തൊഴിൽ പ്രവേശനവും തൊഴിലും ഡിസ്കസ് ചെയ്യുന്ന സമയത്തേക്ക് ഓട്ടിസം, സെറിബ്രൽ പാൾസി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നൊക്കെ പറയുമെങ്കിലും ഇൻവിസിബിളായിട്ട് ഉള്ള ഡിസബിലിറ്റിക്കാരുടെ തൊഴിലിടങ്ങൾ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, ജീവിതത്തിൻ്റെ യാത്രയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇപ്പം പലതരത്തിലുള്ള അക്വയർഡ് ഡിസബിലിറ്റീസ്, വീണ് കിടപ്പിലായി പോവുക, അതല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിക്കുക, ഇങ്ങനെയുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഡിസേബിൾഡ് ആയി പോകുന്ന ഘട്ടത്തിൽ അവരുടെ ജോലിയും തൊഴിലിടങ്ങളും തമ്മിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. റാം, ആ വിഷയത്തിൽ സംസാരിക്കാൻ പറ്റും? താങ്ക് യു ആദം. ഞാൻ തുടങ്ങുമ്പോൾ മുന്നേ തന്നെ ഗോപി സാറ് പറഞ്ഞതുപോലെ നമുക്ക് തൊഴിലുകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന, അതായത് എനിക്ക് എൻ്റെ ജീവിത യാത്രയിലാണ് ഒരു ഡിസബിലിറ്റി വരുന്നത്. അതൊരു ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഡിസീസ് ഇറ്റ്സെൽഫ് എ ഡിസബിലിറ്റി എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഒരു RPWD ആക്ട് അനുസരിച്ചിട്ട് ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന് പോയപ്പോൾ ഉണ്ടായ അതേ ബുദ്ധിമുട്ടുകൾ ഒരു ജോലി അന്വേഷിച്ചപ്പോഴും എനിക്കുണ്ടായി. എനിക്ക് എൻ്റെ പ്രൊഡക്റ്റീവ് ഏജ് ആയിട്ടുള്ള 27-ാമത്തെ വയസ്സിലാണ് എനിക്ക് ഡിസീസ് ആവുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഡിസബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്. ഇപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരും പറയില്ല എനിക്കൊരു ഡിസബിലിറ്റി ഉണ്ടോ എന്നുള്ളത്. അത് തന്നെയാണ് ആദം പറഞ്ഞത്, എൻ്റെ ഡിസബിലിറ്റി ഇൻവിസിബിൾ ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ജോലി കിട്ടി. ആ ജോലിക്ക് എൻ്റെതൊരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ പൊതുസമൂഹത്തിൽ പടർന്നു പിടിക്കുന്നത് യങ്ങർ ജനറേഷനാണ്, അവരുടെ പ്രൊഡക്റ്റീവ് ഏജിലാണ്. അപ്പോൾ അവരെ കുറച്ചുകൂടെ നന്നായിട്ട് റീഹാബ് ചെയ്യേണ്ടതുണ്ട്. അവർക്കൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അത് സമൂഹത്തിൻ്റെ ഒരു വെല്ലുവിളി തന്നെയാണ്. സമൂഹത്തിൻ്റെ ഞാൻ ഈ സംസാരിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിച്ചോണം, എനിക്ക് വാക്കുകൾ കിട്ടാതെ ഞാൻ നിന്ന് പോകും. അത് എൻ്റെ ഒരു കോഗ്നിറ്റീവ് ഇഷ്യൂ ആണത്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ അവിടെയാണ്. നമുക്ക് ഇങ്ങനെ തുറന്ന് പറയുന്ന എത്ര പേര് നമ്മളുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവരുടെ വിദ്യാഭ്യാസ പഠിക്കുന്ന കുട്ടികൾക്കിടയിലോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കിടയിലോ വരുമ്പോൾ എത്ര പേര് ഇത് ഓപ്പണായിട്ട് പറയുന്നു, അതവർ മറച്ചു വയ്ക്കപ്പെടുകയാണ്. അത് അവരുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഒരു റീസണബിളായിട്ടുള്ളൊരു അക്കോമഡേഷൻ അവിടെ കിട്ടുന്നില്ല. ഇപ്പോൾ കോവിഡ് സമയത്തിന് ശേഷം ഒരുപാട് പേർക്ക് ഈ വർക്ക് ഫ്രം ഹോം എന്നൊരു കോൺസെപ്റ്റോട് കൂടി നമ്മുടെ കോർപ്പറേറ്റ് സെക്ടറിൽ ജോലി ആ സമയത്ത് അവർ കുറേ ഇപ്പോൾ ആമസോൺ മാതിരിയുള്ള നല്ല കമ്പനികൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സാറ് പറഞ്ഞതുപോലെ 4% സംവരണം അവരുടെ പ്രൈവറ്റ് മേഖലയിൽ ഉണ്ടെങ്കിൽ കൂടെ അതവർ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ നമ്മളെ മാതിരിയുള്ളൊരു ന്യൂറോ കണ്ടീഷൻ പോകുമ്പോൾ അവർ കൺസിഡർ ചെയ്യുന്നത് ലോക്കോമോട്ടോ ഇഷ്യൂവും വിഷ്വൽ ഇമ്പയർമെൻറ്റ് മാത്രമാണ്. നിങ്ങൾ ന്യൂറോ കണ്ടീഷനാണെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ
ഈ പറഞ്ഞത് മാതിരി ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയൊക്കെയുള്ള ആൾക്കാർക്ക് ഗവൺമെൻറ് തലത്തിൽ ജോലി കിട്ടി എന്ന് പറയുമ്പോൾ ഇത് സ്വകാര്യ മേഖലയിലും ആപ്ലിക്കബിളാണ് എന്നുള്ളതർത്ഥാണ് ഈ നിയമത്തിൻ്റെ വിജയം. പക്ഷേ അതിനെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ഇപ്പോൾ 100 പേർക്ക് ജോലി കൊടുക്കുമ്പോൾ അതിൽ 4% സംവരണത്തിൽ അവർക്കും കൊടുക്കേണ്ടതുണ്ട്. അവിടെ ലേ ഓഫ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ ജോലി അവിടെ നഷ്ടപ്പെടുകയാണ്. അതിനെയും കൺസിഡർ ചെയ്യണം. അങ്ങനൊരു ഉണ്ടോ എന്ന് എനിക്ക്, കാരണം ഞാനും ചിന്തിച്ചൊരു സംശയമാണ്, അങ്ങനെ പോകാൻ ചാൻസ് ഉണ്ടോ. പക്ഷേ ഇപ്പം നാറ്റ് വെസ്റ്റ് ബാങ്കൊക്കെ ഒരുപാട് ആൾക്കാർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. അവർ പറയുന്നത് അങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമുക്ക് പബ്ലിക് സെക്ടർ അല്ലാതെ പ്രൈവറ്റ് മേഖലയിൽ കൂടെ ഒരുപാട് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളിടത്താണ്. ഈ ഒരു സെൻസൈറ്റൈസേഷൻ മാതിരി മലബാർ ഗോൾഡൊക്കെ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെയും ഇതിൻ്റെ ഒരു പാർട്ടാക്കണം എന്നുള്ളതാണ്. നമ്മളെ മാതിരി കണ്ടു കഴിഞ്ഞാൽ വേറെ പ്രശ്നമില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെയുള്ള സപ്പോർട്ടുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ജീവിക്കാനുള്ളൊരു വാതിലാണ് തുറന്നു തരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രൈവറ്റ് മേഖലകളിലെ തൊഴിൽ സാധ്യതയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏകദേശം 2 കോടിയിലേറെ മനുഷ്യന്മാർ ഡിസബിലിറ്റിക്കാരുണ്ട്. 2,68,00,000 എന്നൊക്കെയാണ് കണക്ക് പറയുന്നത്. അതിൽ ഏകദേശം 35% ആളുകൾക്ക് മാത്രമാണ് ജോലിയുള്ളത്. അത് തന്നെ അസംഘടിത മേഖലയാണ്. NGO സെക്ടറുകൾ, പൊതുമേഖല, മറ്റ് നോൺ ഗവൺമെൻറ് അല്ലെങ്കിൽ കുഞ്ഞു സംവിധാനങ്ങളൊക്കെയാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജോലിക്കൊരിക്കലും സുരക്ഷിതത്വമില്ല. എപ്പോഴാണോ പോകാൻ പറയുന്നത് അപ്പം പോവേണ്ടി വരും. മറ്റൊന്ന്, ഒരു കമ്പനിയുടെ ഒരു തൊഴിൽ ദാതാവിൻ്റെ മനോഭാവം, നമ്മൾ പറയും ആറ്റിറ്റ്യൂഡ് ബാരിയേഴ്സ് എന്നൊക്കെ പറയും. ഈ മനോഭാവം വലിയ പ്രശ്നമാണ്. ഒരു സ്ട്രക്ചറൽ ബാരിയേഴ്സ് മാറ്റിയെടുക്കണമെങ്കിൽ, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു സെക്ടറിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആ ബിൽഡിങ്ങും ആ സംവിധാനവും ആ സൗകര്യങ്ങളും ആക്സസ് ആയിരിക്കണം. അതില്ലാത്തിടത്തോളം ഒരു ഡിസബിലിറ്റിയുള്ള ആളുകൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. ആക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വീൽ ചെയർ പോകാനുള്ള റാമ്പ് ഉണ്ടായത് കൊണ്ട് മാത്രം ആക്സസ് ആവില്ല. പകരം ഈ പറയുന്ന നമ്മളെ മുൻപിലുള്ള എല്ലാ ഡിസബിലിറ്റിയുള്ള മനുഷ്യന്മാരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലേക്ക് അത്തരം തൊഴിലിടങ്ങൾ മാറേണ്ടതുണ്ട്. ഈ പൊതുമേഖല, ഈ NGO സെക്ടറുകളിലെ തൊഴിൽ സാധ്യതകളും ഒന്ന് സിബിൻ എൽദോസ്. ഹലോ, ആദ്യമായി തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. ഈ ഒരു പരിപാടിയിൽ വളരെയധികം സന്തോഷത്തോടു കൂടി പങ്കെടുക്കാൻ വേണ്ടി തയ്യാറെടുത്തിരുന്ന ആളാണ്. എന്താ പറ്റിയെന്നറിയില്ല, 2 ദിവസമായിട്ട് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. എനിക്ക് കൈക്കാണ് പ്രശ്നം, അതുകൊണ്ടാണ് മൈക്ക് പിടിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട്. കുഴപ്പമില്ല, പ്രശ്നമില്ല, കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നത് ഇൻക്ലൂഷനെ കുറിച്ചിട്ടാണ് അല്ലേ? ഇപ്പോൾ റിസർച്ച് വിദ്യാർത്ഥി സംസാരിക്കുമ്പോൾ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സംസാരമായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കുക. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിരവധിയായ ഭിന്നശേഷിക്കാരെ കാണുന്നുണ്ട് അല്ലേ? നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ, നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ, നമ്മൾ പോകുന്ന ഇടങ്ങളിലൊക്കെ കാണുന്നുണ്ട്. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ തൊഴിലെടുക്കുന്ന ഒരു വർഷത്തിലെ 12 മാസവും നമ്മൾ കടന്നു ചെല്ലുന്ന ഒരു സ്ഥലത്ത് ഭിന്നശേഷിക്കാരായ ആരെയും നമ്മൾ കാണുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ആ ഇൻക്ലൂഷൻ നമ്മുടെ നാടിന് ഇത് നടപ്പിലാവുക? അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2025 നവംബർ മാസത്തിൽ എക്കണോമിക്സ് ടൈംസിൻ്റെ ഒരു സർവേ, എക്കണോമിക്സ് ടൈംസിൽ നടന്ന പ്രസിദ്ധീകരിച്ചൊരു സർവേ ഉണ്ട്. ആ സർവേയിൽ പറയുന്നത് ഇന്ത്യക്കകത്തെ 836 പ്രൈവറ്റ് സ്ഥാപനങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ ഈ രാജ്യത്തിനകത്ത് ഏറ്റവും അധികം ടേൺ ഓവർ ഉണ്ടാക്കുന്ന, രാജ്യത്തെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ നടന്നൊരു സർവേക്കകത്ത് ആ സർവേയുടെ കണക്ക് പുറത്തു വന്നപ്പോൾ ആ കണക്ക് ഇങ്ങനെയാണ്. അതിൽ 37.89% സ്ഥാപനങ്ങളിലും ഒരു ഭിന്നശേഷിക്കാരൻ പോലും ഇല്ല. അത് പറയുമ്പോൾ 836 സ്ഥാപനങ്ങൾ എടുക്കുമ്പോൾ അതിൽ ഏകദേശം 350 സ്ഥാപനങ്ങളിൽ ഒരു ഭിന്നശേഷിക്കാരൻ പോലും ഇല്ല. ഇതാണ് ഇന്ന് രാജ്യത്തെ പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഈ വെല്ലുവിളിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഇൻക്ലൂഷനെ പറ്റി സംസാരിക്കുന്നത്.
അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് ഇവിടേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തുകൊണ്ട് എത്താൻ പറ്റുന്നില്ല? പ്രൈവറ്റ് മേഖലയിലെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന എല്ലാ ഇൻ്റർവ്യൂകളും കൈകാര്യം ചെയ്യുക മുഴുവനായിട്ട് അവിടുത്തെ മാനേജ്മെൻറ്റോ അവിടുത്തെ അധികാരികളോ ആയിരിക്കും. ദൈനംദിനം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തമ്മിലടിക്കുന്ന സ്ഥാപനങ്ങളിൽ അവർ നമ്മളെപ്പോലുള്ള എന്നെപ്പോലുള്ള ആളുകളെ പരിഗണിക്കാൻ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിൻ്റ്. കാരണം ഇപ്പം ഞാനൊരു സർവേയുടെ കാര്യം പറഞ്ഞു, ഇതൊരു കണക്കില്ല എന്നുള്ളത് വേറൊരു പ്രശ്നമാണ് കേട്ടോ. കണക്കുകളില്ല എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2011 ഏറ്റവും അവസാനം സർവേ നടന്നേക്കണേ. കണക്കുകളില്ല എന്നുള്ളത് വേറെ പ്രശ്നം. ഇനി ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തൊരു ഭിന്നശേഷിക്കാരൻ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയെന്നിരിക്കട്ടെ, അവൻ നേരിടുന്ന വെല്ലുവിളികൾ എന്തിട്ടാ? ഇപ്പോൾ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടായിരിക്കും ഒരാൾ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോലിക്ക് കയറുക. പ്രൈവറ്റ് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഈ മാസം നമ്മളെടുക്കുന്ന പണിയാവില്ല അടുത്ത മാസം എടുക്കുക, അതായിരിക്കില്ല അടുത്ത കൊല്ലം എടുക്കുക. ദൈനംദിനം നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം, അല്ലേ? അപ്പോൾ ഒരു ഭിന്നശേഷിക്കാരൻ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ ഒരു സാധാരണ ആളോട് കോമ്പറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് പുറത്തു പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ഒരു മുഴുവൻ ഔട്ടാവും. പിന്നെ വേറൊരു പ്രശ്നം എന്തിട്ടാ? ഇപ്പോൾ ഇവിടെ PWD ആക്ട് പറഞ്ഞു. PWD ആക്ടിൽ എന്തിട്ടാ പറയുന്നത്? ഒരു ഭിന്നശേഷി സ്ഥാപനം എന്താവണം? ഒരു സ്ഥാപനം എന്താവണം? ഭിന്നശേഷി സൗഹൃദമാവണം, അല്ലേ? ഭിന്നശേഷി സൗഹൃദമാവണം. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഭിന്നശേഷിക്കാരനുണ്ടെങ്കിൽ ഭിന്നശേഷി സൗഹൃദമായാൽ മതിയല്ലോ. അപ്പം അവിടെ നമ്മൾ ഔട്ടാവുകയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിൻ്റെ മറ്റു പ്രശ്നങ്ങളിലേക്ക് വരേണ്ടതുണ്ട്, അവിടേക്ക് വരാം. അടുത്ത വരാം. മൻസൂർ, ഞാനിതിനെ കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. നമുക്ക് ഈ പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടറുകളിൽ ഇപ്പോൾ റാം പറഞ്ഞതും സിബിൻ പറഞ്ഞതും വെച്ചുകൊണ്ടാണ് ഈ ഭിന്നശേഷി അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ കഴിവിൻ്റെ കുറവ് കൊണ്ടാണോ, അതല്ല നമ്മുടെ സംവിധാനത്തിൻ്റെ കുറവ് കൊണ്ടാണോ ഈ പറയുന്ന ഡിസബിലിറ്റി ഉള്ള ആളുകളെ നമ്മൾ തൊഴിൽ രംഗങ്ങളിൽ കാണാതിരിക്കുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ ഇപ്പം ഞാനും പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കോർപ്പറേറ്റ് ശമ്പളം വാങ്ങുന്ന ഒരാളാണ്. കാരണം എനിക്ക് ഒരുപാട് അറിയാം. നമ്മൾ ഒരിക്കലും നമ്മുടെ കഴിവുകേട് കൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടോ നമ്മൾ ഒരിക്കലും നമ്മുടെ ഈ ഒരു സെക്ടറിലേക്ക് എത്താത്തത്. ഞാനിപ്പം അതിന് ഒരു താങ്ക്സ് പറയണം എന്നെ ഈ ഒരു വേദിയിലേക്ക് വിളിച്ചതിൽ. അതോടൊപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ 10 വർഷമായിട്ട് കോർപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുമെന്ന് പറയുമ്പോഴും എനിക്ക് ആ ജോലി കിട്ടാൻ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് സമയത്ത് 6 മാസം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എൻ്റെ കൂടെ പഠിച്ച പല ആൾക്കാർക്കും പ്ലേസ്മെൻറ്റിൽ ജോലി കിട്ടി. അപ്പോൾ ചെറിയ ചെറിയ കമ്പനികളിൽ അവർ എന്നെ എല്ലാ സ്റ്റേജിലും ഞാൻ ഇൻ്റർവ്യൂസ് വരെ എത്തും. അവസാനം പറയും, ഞങ്ങൾക്ക് വി ആർ വെരി പ്രൗഡ് ഓഫ് യു, പക്ഷേ നിലവിൽ നിങ്ങൾക്ക് തരാനുള്ളൊരു വേക്കൻസി ഞങ്ങൾക്കില്ല. ഇൻ കേസ് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വന്നു എന്ന രീതിയിലാണ്. അതായത് നമുക്ക് കഴിവുണ്ടായിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂ സ്റ്റേജിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെ എത്തിയിട്ടും നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വിസിബിളായിട്ടുള്ള ഫിസിക്കൽ ഡിസബിലിറ്റി കാരണമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിവ് അല്ലെങ്കിൽ പരിമിതി എന്നൊക്കെ പറയുന്നത് നമുക്കത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അസിസ്റ്റീവ് ടെക്നോളജി ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാനൊരു പുതിയ കമ്പനി തുടങ്ങിയിട്ടുണ്ട്, ഡൈവേഴ്സിംഗ് ഫൗണ്ടേഷൻ. ആക്ച്വലി അസിസ്റ്റീവ് ടെക്നോളജി ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു സാധനം തുടങ്ങാൻ പറ്റിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ റിസർച്ച് ആയാലും ശരി, ഇതിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നതായാലും ശരി, വെബ് ഡിസൈനിങ് ആയാലും ശരി, എല്ലാ കാര്യങ്ങൾക്കും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് എൻ്റെ ലാപ്ടോപ്പോ മൊബൈലോ വെച്ചിട്ട് കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും കഴിഞ്ഞത്. കാരണം എനിക്ക് എഴുതാൻ പറ്റില്ല, പെണ്ണ് പിടിക്കാൻ പറ്റില്ല. പക്ഷെ അതിന് പകരമായിട്ട് അസിസ്റ്റീവ് ടെക്നോളജി അവിടെ ഉള്ളത് കൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ കഴിവുകേട് കൊണ്ട് നമുക്ക് റിജക്റ്റ് ചെയ്യപ്പെടുന്നില്ല, മറിച്ച് നമുക്ക് ആപ്റ്റായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ടൂൾസുകൾ നമുക്ക് ആക്സസിബിൾ അല്ലാത്തത് കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബാരിയേഴ്സ്. നമ്മളിപ്പം ഇവിടെ നമുക്ക് വീൽ ചെയർ വരാനൊക്കെ സൗകര്യമുണ്ട്. നമ്മൾ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് വീണ്ടും ഇതൊക്കെ ഇവിടുന്ന് മാറ്റപ്പെടും. അതുപോലെ നമ്മൾ ഓരോ ഓഫീസിൽ പോകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം,
അവർക്ക് സ്വയം വർക്ക് ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും നമ്മുടെ കഴിവുകേടല്ല, മറിച്ച് നമുക്ക് കിട്ടുന്ന സപ്പോർട്ടും ഫെസിലിറ്റീൻ്റെയും കുറവാണ്. ഒറ്റ കാര്യം കൂടെ, ഈ കോർപ്പറേറ്റ് മേഖലകളിൽ ഞാൻ കോർപ്പറേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് പറയാണ്. ഇപ്പം നമുക്ക് ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികളുടെ CSR കിട്ടാറുണ്ട്. ഒരു കാലത്ത് നമ്മൾ കോർപ്പറേറ്റ് കമ്പനികൾ കരുതിയിരുന്നത് ഈ ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു ചാരിറ്റി ഓപ്പറേഷനാണ്, അവർക്ക് ചാരിറ്റി ചെയ്ത് കൊടുക്കേണ്ട സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് കമ്പനിയിലേക്ക് ഒരു ഡിസബിലിറ്റിക്കാരൻ കടന്നു ചെല്ലുമ്പോൾ 10-20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് RPW ആക്ടിന് ശേഷം ഇതൊരു ഔദാര്യമല്ല, ഡിസബിലിറ്റി ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് റൈറ്റാണ്, തൊഴിൽ കൊടുക്കൽ റൈറ്റാണ്. ഇത് രണ്ടിനെയും കമ്പയർ കൊണ്ട് സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് ഒന്ന് ക്ലിയർ ആയില്ല. RPW മുന്നേ എന്തായിരുന്നു സിറ്റുവേഷൻ? കോർപ്പറേറ്റുകളുടെ ഡിസബിലിറ്റിയിൽ നമ്മളൊരു ചാരിറ്റി ചെയ്യുക എന്നുള്ളതായിരുന്നു കോർപ്പറേറ്റുകളുടെ ആദ്യകാലങ്ങളിലൊരു സംഗതി. നിലവിൽ കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ഈ നേരത്തെ റാം പറഞ്ഞു, മലബാർ ഗോൾഡ് പോലെയുള്ള സംവിധാനങ്ങൾ തൊഴിൽ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജോബ് മാച്ചിങ്, ഇപ്പം ഡിസബിലിറ്റി ഉള്ള മനുഷ്യന്മാർക്ക് കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തൊഴിലുകൾ ഇത്തരം മേഖലകളിലുണ്ട്. അത്തരം മേഖലകളിൽ ആ ജോബിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഡിസബിലിറ്റിക്കാരുമായിട്ട് ജോബ് മാച്ചിങ് നടത്തിയിട്ട് അത്രയും തൊഴിൽ മേഖലകളിൽ ഒരു ഏബിൾ ബോഡിക്കും ചെയ്യാൻ പറ്റും, ഡിസബിലിറ്റിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത്തരം തൊഴിലുകളല്ലേ ഇവർക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടത് കോർപ്പറേറ്റുകൾ? തീർച്ചയായിട്ടും. കാരണം നമുക്കൊരു ആക്സസിബിലിറ്റി ഓഡിറ്റ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ഓഡിറ്റ് നടത്തേണ്ടതുണ്ട്. ഓരോ കമ്പനി HR അവരെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ അവർ സ്വയം ഓഡിറ്റ് ചെയ്ത് നോക്കണം. ഇതിൽ ഫോർ എക്സാമ്പിൾ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരു വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കുക. അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് അവർ ഇത്ര കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള കഴിവ് വേണം എന്നൊരു മെൻഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഒരു ഓഫീസിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്ര കിലോമീറ്റർ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോ കമ്പനി അവരെ HR ഇതുപോലെ ഇൻക്ലൂസിവിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും പോരായ്മകൾ അവർ ജോബ് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമ്പനി ഫെസിലിറ്റീസോ ഉണ്ടെങ്കിൽ അവർ സ്വയം ഓഡിറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്ത് ഇത് ചെയ്യണം. പിന്നെ ഈ RPW അതുപോലെ ലേറ്റസ്റ്റായിട്ട് ജനുവരി 13 സുപ്രീം കോടതിൻ്റെ ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. അതായത് മെഡിക്കൽ ഫിറ്റിൻ്റെ കാര്യം പറഞ്ഞു ഒരാൾക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിന് റിജക്റ്റ് ചെയ്യാനുള്ള അവകാശമില്ല. അവർക്ക് ആക്സസിബിലിറ്റി അല്ലെങ്കിൽ അസിസ്റ്റീവ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് അവരുടെ വർക്ക് സ്വയം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് അവർക്ക് അക്കോമഡേഷനും അത് വർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒരുക്കി കൊടുക്കേണ്ടത് കമ്പനിയാണ്. അവർക്ക് ഫണ്ട് ഇല്ലെങ്കിൽ അവർ CSR ഫണ്ട് അതിന് ഉപയോഗിച്ചിട്ട് അവർക്ക് ആ ജോലി കൊടുക്കും. അതിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്, ജസ്റ്റ് ചാരിറ്റി അല്ല. ഇൻ കേസ് അങ്ങനെ ഏതെങ്കിലും കമ്പനി നിനക്ക് ഡിസബിലിറ്റി ഉണ്ട്, നിന്നെക്കൊണ്ട് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമുക്ക് കമ്പനിക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇഫ് ദേ ആർ ക്വാളിഫൈഡ്. അപ്പോൾ അതിനിപ്പോൾ സുപ്രീം കോടതി നമുക്ക് സപ്പോർട്ട്. ഇൻ കേസ് ആർക്കെങ്കിലും അങ്ങനത്തെ ഉള്ള ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാവുന്നതാണ്. താങ്ക് യു. ഗോപി സർ, CRC കോമ്പോസിറ്റ് റീജിയണൽ സെൻറ്റർ ഫോർ പ്രത്യേകിച്ചും സ്കിൽ ഡെവലപ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സെൻറ്ററും കൂടിയാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ മക്കളൊക്കെ സാധാരണ പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു, അവർക്കൊരു തൊഴിൽ ലഭിക്കുന്നു എന്നുള്ള ആദ്യകാല ചിന്ത, ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, നമ്മൾ പൊതുവേ പറയുന്നതാണ്. ഡിസബിലിറ്റിയുള്ള വ്യക്തികളെ സംബന്ധിച്ച് നമ്മളെ സിസ്റ്റം, നമ്മൾ സ്പെഷ്യൽ സ്കൂളുകളുണ്ട് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് സ്കൂളുകളുണ്ട്. അവർ 12ാം ക്ലാസ് ജയിക്കുന്നു, അത് കഴിഞ്ഞ് അവർ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകളിൽ കോഴ്സിന് പോകുന്നു. ഇത് കഴിഞ്ഞ് അവർക്കൊരു തൊഴിൽ മേഖല, നമ്മൾ വൊക്കേഷണൽ റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം പ്രാക്ടിക്കലാണ് നിലവിലെ സെനാരിയോയിൽ വൊക്കേഷണൽ റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്? വളരെ പ്രാധാന്യമുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതോടൊപ്പം തന്നെ മൻസൂർ അലിയും അതുപോലെ സൗബിനും പറഞ്ഞ ആ ഒരു പോയിന്റിൽ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാം. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആഡ് ചെയ്തിട്ട് ഞാൻ വരാം. നമ്മൾ സിബിനൊക്കെ പറഞ്ഞ നമ്മുടെ ഒരു പോയിൻ്റ് ഉണ്ട്. അതായത് നമ്മുടെ കോർപ്പറേറ്റ് മേഖലകളാണെങ്കിലും പ്രൈവറ്റ് മേഖല, മറ്റ് സ്ഥാപനങ്ങളാണ് എത്രത്തോളം ആൾക്കാരെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. വാസ്തവമുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിന്നശേഷിയുള്ള വ്യക്തിക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്ന ഒരു കോൺഫിഡൻസ് അവർക്കില്ല. അവർ കാണുന്ന നേരത്തെ പറഞ്ഞ നമ്മൾ എന്താ പറയുന്നത് നിയമത്തിൻ്റെ നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അതിൽ മാത്രം ചിക്ക് ഓൺ ചെയ്തുകൊണ്ട്
അത്തരം ആൾക്കാർക്ക് അവസരം കൊടുക്കാമെന്ന ഒരു തീരുമാനത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു ഇന്ത്യയിലെ ഒരു പ്രമുഖമായ ഒരു ബാങ്ക്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളോട് വന്നു പറഞ്ഞു, നമ്മൾ ഭിന്നശേഷിയുള്ള ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സന്നദ്ധരാണെന്ന് പറഞ്ഞു. അവർക്ക് അത്രയും പ്രശ്നമുള്ള വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് മറ്റൊരു എന്താ പറയുന്നത് തടസ്സങ്ങളില്ലാതെ ജോലി ചെയ്യാനുള്ള പ്രയത്നം. ബാങ്കിങ് സർവീസ് അറിയാമല്ലോ, നമ്മൾ കുറച്ച് എന്താ പറയുന്നത് ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴുള്ള ഒരു നിർബന്ധമായുള്ള കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. അത് നിർബന്ധം മാത്രം, ബാക്കി ഡിസബിലിറ്റി എന്തായാലും കുഴപ്പമില്ലാന്ന്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് 10-20 പേരെ ഐഡൻറ്റിഫൈ ചെയ്തു. അതിൽ നിന്ന് അവർ 12ഓളം പേരെ അവർ ലിസ്റ്റ് ചെയ്തു. ഇത്ര ആൾക്കാർക്ക് നമ്മൾ ജോലി കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അത് വളരെ വലിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നി. അതിലവർ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. കാരണം അവരതിൻ്റെ കഴിഞ്ഞ ആഴ്ച, അതിൻ്റെ മുന്നത്തെ ആഴ്ച അവർ വലിയൊരു വാക്കിംഗ് ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. അതിനകത്ത് 100 ചില്ലാൻ ആൾക്കാർ വന്നതിൽ അവർക്ക് 4-5 പേരെ മാത്രമേ അവർക്ക് സെലക്ട് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. അവിടെയാണ് നമ്മൾ 20 പേരിൽ നിന്ന് 12 ഭിന്നശേഷിക്കാർക്ക് അവരെ സെലക്ട് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അവർ എന്ന് വെച്ചാൽ ഒരൊറ്റ നോട്ടത്തിൽ ഈ 100 ചില്ലാൻ ആൾക്കാരുടെ ഇടയിൽ ഒരു ഭിന്നശേഷിയുള്ള ആൾ കൂടെ വരികയാണെങ്കിൽ ആ കടന്നു വരുന്ന വഴിയിൽ തന്നെ അവർക്ക് മനസ്സിലാകും ഹീ ഈസ് നോട്ട് ഫിറ്റ് ഫോർ ദ ജോബ് എന്ന് അവർ ചിന്തിച്ച് അവന് ഇൻ്റർവ്യൂ ജസ്റ്റ് നെയിംസേക്ക് നടത്തി വിടുകയേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് ഞങ്ങൾക്കൊരു ഇൻസൈറ്റായി. കാരണം ഇത്രയും ഒരു സാഹചര്യത്തിൽ ഉള്ള ആൾക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളത് അവരോട് നേരിട്ട് സംസാരിച്ച് ആ ഒരു മനസ്സോടെ അവരോട് സംസാരിച്ചപ്പോഴാണ് അവർക്കത് മനസ്സിലായത്. അപ്പോൾ ഇതിന് പ്രശ്നം കിടക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിന്നശേഷിയുള്ള ആൾക്കാർക്ക് ജോലി ചെയ്യാൻ സാധിക്കാത്തതോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് അവസരമില്ലാത്തതോ അല്ല. പക്ഷെ അവരെ തിരഞ്ഞെടുക്കുന്ന സെലക്ഷൻ പ്രോസസ്സിൽ ആ ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ് ഇല്ലാത്ത ആൾക്കാരായിരിക്കണം അവിടെ ഈ പറഞ്ഞ ഇൻ്റർവ്യൂ ബോർഡിലോ സെലക്ഷൻ കമ്മിറ്റിയിലോ ഇരിക്കേണ്ടത്. കാരണം ഭിന്നശേഷിയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന മനസ്ഥിതിയോടുകൂടി നമ്മൾ അവരെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരിക്കലും ഒരു ഭിന്നശേഷിക്കാരനും നിയമത്തിലെ പൂർണ്ണമായി നടപ്പിലാക്കുന്ന ഗവൺമെൻറ് ജോബുകളിലല്ലാതെ പ്രൈവറ്റ് ജോബുകളിൽ ജോലി കിട്ടാൻ സാധ്യത കുറവാണ്. ഇതാണ് അതിനകത്തുള്ള എൻ്റെ ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ ഞാൻ ഇനി അതും പറഞ്ഞതിനകത്ത് വരാം. CRC പോലെയുള്ള സ്ഥാപനങ്ങളിൽ സ്കിൽ ഡെവലപ്മെൻറ്റിന് എത്രത്തോളം നമ്മൾ സാധ്യത ഉണ്ടെന്നുള്ളത് അല്ലേ? സ്കിൽ ഡെവലപ്മെൻറ്റ് മാത്രമല്ല, നമ്മൾ പലപ്പോഴും പല സംവിധാനങ്ങളും ബഡ്സ് റിഹാബ് സെൻ്ററുകളുണ്ട്. അപ്പം ബഡ്സ് റിഹാബ് സെൻ്ററൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ റിഹാബിലിറ്റേഷൻ പൂർണ്ണമാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് കൃത്യമായ ഇടവേള വെച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ ലഭ്യമാകുന്നുണ്ടോ എന്ന് നോക്കിയാൽ തൊഴിൽ ഒരു പക്ഷേ ലഭ്യമാകുന്നുണ്ടാവാം. പക്ഷേ ഒരു ഡിസബിലിറ്റിയിലെ വ്യക്തിക്കുള്ള തൊഴിൽ സാഹചര്യങ്ങളും സപ്പോർട്ടും അതും കൂടെ കൊടുക്കേണ്ട സിസ്റ്റമാണ്. ആ സിസ്റ്റവും സപ്പോർട്ടും കൊടുക്കുന്നില്ല എന്നതും അതേപോലെ തന്നെ തൊഴിലിലേക്ക് എത്തിപ്പെടുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എങ്ങനെയാണ് കാണുന്നത്? ഓക്കെ, തീർച്ചയായിട്ടും ഇതിലുള്ള പ്രശ്നം ഇവിടെ നടക്കുന്നത് ആധികാരികമായിട്ട് നമ്മൾ പ്രശ്നം കിടക്കുന്നത് വെച്ചാൽ നമുക്ക് കൃത്യമായ രീതിയിലുള്ള ഭിന്നശേഷിക്കുള്ള വ്യക്തികളെ തൊഴിൽ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരുടെയും ഫാക്കൽറ്റീസിൻ്റെയും ഒരു ദൗർലഭ്യം വളരെ വലുതാണ്. ഭിന്നശേഷിയുള്ള ആളായി പോയതിൻ്റെ പേരിൽ അവന് ഏതെങ്കിലും ഒരാൾ ഇവനെ ട്രെയിൻ ചെയ്താൽ മതി എന്നുള്ള ചിന്താഗതിയാണ് നമ്മുടെ സമൂഹത്തിനുള്ളത്. വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഇത്തരം ഇവൻ ഞങ്ങൾ CRCയിലും ഉണ്ട്. അദ്ദേഹം ഫോർ എക്സാമ്പിൾ അദ്ദേഹം ടൈലറിങ് ആണ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു സ്കില്ലാണുള്ളത്. അവിടെ വരുന്ന എല്ലാവരും ടൈലറിങ് പഠിക്കണം എന്നുള്ള ആ ഒരു മനോഭാവത്തിലാണ് നമ്മുടെ ഒരു ട്രെയിനിങ് സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അത്തരം ഒരു സംവിധാനം നമുക്ക് ഒരു സോക്കോൾഡ് നോർമൽ എന്ന് വിളിക്കുന്ന മറ്റൊരു വ്യക്തിയുടെ ഇടയിൽ നമുക്ക് പ്രാബല്യമാണോ? ഒരു കുട്ടി പറയുകയാണ് എനിക്ക് LLB പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ LLB പഠിക്കാനുള്ള സാഹചര്യം ഇന്നുണ്ട്. എൻജിനീയറിംഗ് പഠിക്കണമെങ്കിൽ എൻജിനീയറിംഗ് കോളേജുകളും ആ എൻജിനീയറിംഗ് കോളേജിൽ അവന് പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ സംവിധാനത്തിൽ നിലവിൽ ഈ ഭിന്നശേഷി വ്യക്തികളുടെ തൊഴിൽ നൈപുണ്യ വികസനത്തിന് ആവശ്യമായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരു മാൻ പവറിൻ്റെ ഷോർട്ടേജും അത്തരം സ്കിൽഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകളുടെ സംവിധാനങ്ങളും കുറവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ചിട്ട് കേരള ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു സെഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, സാർ കേരളത്തിൽ ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക്
ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു. നമുക്ക് പറയാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ എൻ്റെ 2 വിരലിൽ എണ്ണിയാൽ തീരാവുന്ന സ്ഥാപനങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ 8 ലക്ഷത്തോളം ഭിന്നശേഷിക്കാർ കേരളത്തിലുള്ളപ്പോൾ അതിലും നല്ല 50% ആൾക്കാർ എന്താ പറയുന്നത് എംപ്ലോയബിൾ കാറ്റഗറിയിലുള്ള ആൾക്കാരായിട്ട് പോലും അത്തരം ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന വിരലിലെണ്ണാവുന്ന 8-10 സ്ഥാപനങ്ങൾ മാത്രമേ നമ്മുടെ രാജ്യത്തുള്ളൂ. അത്തരം സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഇനിയും ഈ ഭിന്നശേഷി വ്യക്തികളുടെ തൊഴിൽ പുനരധിവാസം പ്രാബല്യത്തിൽ വരില്ല. അതിലേക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനതിന് സംവിധാനത്തെയോ ഗവൺമെൻറ് സംവിധാനത്തെ എന്താ പറയുന്നത് നമ്മൾ എന്താ പറയുന്നത് അതിനെ മോശമായി കാണുക അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയുന്നതല്ല. ഭിന്നശേഷി പുനരധിവാസം എന്ന് പറയുന്നത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ തലത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ചുരുക്കിയതിൻ്റെ ഏറ്റവും വലിയ പരിണിത ഫലമാണ് ഇന്ന് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. തെറാപ്പി ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്നത് നല്ല ശതമാനം, അതിൻ്റെ 90-95% മെഡിക്കൽ കമ്പണൻ്റ് ഉള്ള സാധനമാണ്. ആ മെഡിക്കൽ കമ്പണൻ്റ് ഉള്ള സാധനത്തെ എനിക്ക് തോന്നുന്നു 2ാമത്തെ വേദിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച അത് തന്നെയാണ്. എത്രത്തോളം ഡിസബിലിറ്റിയെ തെറാപ്പികളും അതുപോലെ തന്നെ എന്താ പറയുന്നത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും പരസ്പര പൂരിതങ്ങളാണ് എന്നുള്ളതാണ് ചർച്ച. അതേപോലെ തന്നെ എന്താ പറയുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റിനെ പൂർണ്ണാർത്ഥത്തിൽ ഒരു എഡ്യൂക്കേഷണൽ കമ്പണൻ്റായിട്ട് കണ്ടുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പൂർണ്ണ തലത്തിലുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ ഇതിനെ നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നടത്തുന്നത്. നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ പഠിക്കുന്നു, കോളേജുകളിൽ പോയി പഠിക്കുന്നു. ഞാനിപ്പോൾ ഒരു പ്രൊഫഷണലായിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന സിബിൻ ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥി MG യൂണിവേഴ്സിറ്റിയിൽ ഗവേഷക വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന് അവിടെ പഠിക്കാൻ സാധിക്കുന്ന, അദ്ദേഹത്തിന് ഡിസബിലിറ്റി വെച്ചുകൊണ്ട് അവിടെ പഠിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിന് മാത്രമായി പഠിക്കാൻ പറ്റുന്നൊരു ഗവേഷണ സ്ഥാപനമൊന്നും നിലവിലില്ല. അത് പാടില്ല. അതാണ് ഇൻക്ലൂഷനെതിരാണ്. സിബിൻ അവിടെ എന്താണ് ബുദ്ധിമുട്ടുള്ളത് വെച്ചാൽ സിബിന് ആ ബുദ്ധിമുട്ട് തരണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ അവിടെ പഠിക്കാൻ പറ്റും. ഒരു ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടി വിചാരിക്കുകയാണ് എനിക്ക് LLB പഠിക്കണം, നമ്മുടെ ഗവൺമെൻറ് ലോ കോളേജിലെ കുട്ടിക്ക് LLB പഠിക്കാൻ പറ്റണം. അപ്പോഴാണ് എന്ത് പറയുന്നത് ആ കുട്ടിക്ക് ലോയറായിട്ട് മാറാൻ സാധിക്കുള്ളൂ. നമ്മൾ ചിന്താഗതിയിൽ എന്താണ് അത് ഭിന്നശേഷിയുള്ള ആൾക്കാർക്ക് മാത്രമായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ, അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ തൊഴിൽ നൈപുണ്യ വികസനത്തിനും നമ്മൾ ഈ പറഞ്ഞ ഇൻക്ലൂഷൻ ഉറപ്പായിട്ട് ഉൾപ്പെടുത്തിയുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ഭിന്നശേഷിക്കാരുടെ തൊഴിൽ നൈപുണ്യ വികസനത്തിന്. ഇപ്പോൾ CRC എന്ന് പറയുന്ന സ്ഥാപനമാണെങ്കിൽ പോലും നമുക്ക് പരിമിതികളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളോ അല്ലെങ്കിൽ 2 ആളോ നമുക്കുണ്ടാവുക. അത്രയും ആൾക്കാരെ വെച്ചുകൊണ്ട് ഇത്തരം വലിയൊരു വിഭാഗം ഭിന്നശേഷിക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്രസ്സ് ചെയ്യുന്ന പരിമിതികളുണ്ട്. നമുക്ക് പറയാം നമ്മുടെ തൊഴിൽ നൈപുണ്യ വികസനത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ കാലാകാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുന്നത് മറ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതും അത്തരം സംവിധാനങ്ങളിലൊന്നും ഇനി ഒരിക്കലും ഒരു സാധ്യതയില്ല. അതായത് അതില്ലാന്ന് പൂർണ്ണാർത്ഥത്തിൽ സാധ്യതയില്ല എന്നല്ല, അത്തരം ചെയ്യേണ്ട ആൾക്കാരുണ്ട്. പക്ഷേ നല്ല ശതമാനം ആൾക്കാർ ജോലിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാർ, അത്തരം ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള ഇൻക്ലൂസീവ് തലത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ തൊഴിൽ നൈപുണ്യ വികസനങ്ങൾ നൽകുകയാണ് വേണ്ടത്. അല്ലാതെ ഭിന്നശേഷിക്കാർക്ക് മാത്രമായിട്ടുള്ള തൊഴിൽ നൈപുണ്യ കേന്ദ്രങ്ങളിലൂടെ അല്ല പൂർണ്ണമായിട്ടും നൽകേണ്ടത്. അവിടെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് ഇത്തരം ആൾക്കാർക്ക്, അതായത് ഏതൊക്കെ കോഴ്സുകൾ പഠിച്ചിട്ട് അത്തരം പ്രൊഫഷണൽ ആവാൻ പറ്റുന്ന ആൾക്കാർക്ക് അത്തരം സ്ഥാപനങ്ങളിൽ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക. കേരള ഡിസബിലിറ്റി ഫെസ്റ്റ് മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ സംഗതിയുണ്ട്. ഈ പറയുന്ന തരത്തിൽ നമ്മുടെ തൊഴിലിടങ്ങളിൽ ഡിസബിലിറ്റി ഇൻക്ലൂഷൻ സാധ്യമാവണം. അതിന് വലിയ അവയർനെസ് പോവേണ്ടതുണ്ട്. ആളുകൾക്ക് ബോധമുണ്ടാവണം ഈ ആളുകൾ എന്താണ്. പലപ്പോഴും ആളുകൾ ചെയ്യാത്തത് അവർ ദുഷ്ടന്മാരായത് കൊണ്ടല്ല, അവർക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. ഈ തരത്തിലുള്ള ഒരു പൊതു അവബോധം അല്ലെങ്കിൽ ഡിസബിലിറ്റി ഇൻക്ലൂഷൻ അല്ലെങ്കിൽ ആ തൊഴിലിടങ്ങളിൽ അവരെയും കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട് എന്ന വിഷയത്തിൽ ഒരു അവബോധം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എത്രത്തോളം ആ ഒരു ബാരിയേഴ്സ് അല്ലെങ്കിൽ അവയർനെസ്സിൻ്റെ ബാരിയേഴ്സ് ഇത്തരം ആളുകളുടെ ഇൻക്ലൂഷന് തടസ്സം നിൽക്കുന്നുണ്ട്? ഇപ്പോൾ പൊതുമേഖലകളിൽ നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ സ്വകാര്യ മേഖലയിലോട്ട് ഇറങ്ങി ചെല്ലണം. അവർക്ക് ഏത് രീതിയിലുള്ള സെൻസൈറ്റൈസേഷൻ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
ലാസ്റ്റ് മന്ത് നമുക്ക് ജോബ് ഫോർ യു എന്ന് പറഞ്ഞൊരു ഒരു ജോബ് പോർട്ടലുണ്ട്. ഓൺലി ഫോർ PWDസിന് വേണ്ടിയിട്ടാണ് ആ വെബ്സൈറ്റ്, ആ ഒരു പോർട്ടൽ തന്നെ ഉള്ളത്. അവരോട് ഞാൻ ചോദിച്ചതാണ്, ഞാൻ ഒരു എംപ്ലോയറെ അപ്രോച്ച് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഒരു ന്യൂറോ ഇഷ്യൂ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അവർ റിജക്റ്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഈ കമ്പനികൾക്ക് നിങ്ങൾക്കൊരു സെൻസൈറ്റൈസേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല? അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോഴാണ് കുറച്ച് ആൾക്കാർ കൂടുതൽ ഇതിനെക്കുറിച്ച് അവെയർ ആവുകയും അവർ ഇതേമാതിരിയുള്ള എംപ്ലോയ്മെൻറ്റ് നൽകാൻ വേണ്ടി മുന്നോട്ട് വരികയും ചെയ്യുന്നത്. അപ്പോൾ അവയെല്ലാം ഒരു കമ്പനിയാണ്, അവർക്ക് പ്രൊഡക്ടിവിറ്റിയാണ് വേണ്ടത്. ഇവരെ കൊണ്ട് അത് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഒരു മന്ത് ട്രെയിനിങ്ങിലൂടെ ചെയ്ത് നൽകാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി കമ്പനികൾ. അങ്ങനെ ഒരു പ്രൊവിഷൻ നമ്മളുടെ ഇടയിൽ വന്നാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും. മൻസൂർ, റാമിൻ്റെ വിഷയം കണ്ടിന്യൂ ചെയ്യാണ്. ഈ കോർപ്പറേറ്റ് മേഖലകളിൽ ഡിസബിലിറ്റി ഇൻക്ലൂഷൻ തടസ്സം എന്താണ്? തടസ്സം ഇപ്പം നമ്മളിപ്പം തടസ്സം എന്ന് പറയുന്നതിൽ ഉപരിയായിട്ട് നിലവിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലീഗലി സുപ്രീം കോടതി വിധി വന്നു. അതുകൂടാതെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രെയിം വർക്ക് എന്നൊരു സൈഡ് അല്ല, സുപ്രീം കോടതി വിധികളും സ്ട്രക്ചറുകളും പോളിസികളും ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ഞാൻ ഡയറക്റ്റ് ഇറങ്ങുകയാണ്. നമ്മളിപ്പം ഒരുപാട് NGOs, ഇപ്പം ഈ KDF നടത്തുന്ന 30ഓളം സംഘടനകളും സംവിധാനങ്ങളും അല്ലേ, നമ്മൾ ചുറ്റുവട്ടത്ത് കാണുന്ന സ്ഥാപനങ്ങളും സംവിധാനങ്ങളും, ഡിസബിലിറ്റി സംവിധാനങ്ങൾ, റിഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സ്ഥാപനങ്ങളിലും എത്രത്തോളം ഡിസബിലിറ്റി ഉള്ള ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്? എൻ്റെ സ്ഥാപനത്തിൽ എത്ര ചെയ്യുന്നുണ്ട്? ഗോപി സാറിൻ്റെ സ്ഥാപനത്തിൽ എത്ര ചെയ്യുന്നുണ്ട്? റാം വർക്കിംഗ് സ്ഥാപനത്തിൽ എത്ര ചെയ്യുന്നുണ്ട്? ഇങ്ങനെ മാത്രം എടുത്തു നോക്കിയാൽ നമ്മൾ ഈ പറയുന്ന ശതമാനത്തിൻ്റെയൊക്കെ കണക്കൊന്നും എവിടെ എത്തൂല. എന്തുകൊണ്ടായിരിക്കും? കേവലം 0.5% താഴെയാണ് കോർപ്പറേറ്റ് സെക്ടറിൽ അവർ ടോട്ടൽ വർക്ക് ഫോഴ്സിൻ്റെ, അതായത് മാക്സിമം 4.43% മാക്സിമം അവരുടെ വർക്ക് ഫോഴ്സ് കോർപ്പറേറ്റ് സെക്ടറിൽ ഡിസബിലിറ്റിൻ്റെ. ഇത് മെയിനായിട്ട് ഒന്നാമത്തെ കാര്യം ഒരു പ്രെജുഡൈസാണ്. നമ്മൾ അപ്പിയറൻസോ അല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ കണ്ട് ആദ്യം തന്നെ ഇവർ വിധി എഴുതി ഇവനെ കൊണ്ടത് പറ്റില്ല. മറിച്ച് ഇപ്പം എന്നെ ആദ്യമായിട്ട് വർക്കിനെടുത്ത കമ്പനി അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് ആ ജോബ് കിട്ടില്ലായിരുന്നു. പക്ഷേ ആസ് എ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു വർഷം ട്രെയിനിങ് തന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിൽ അവരെന്നെ ഹയർ ചെയ്തു. ഹയർ ചെയ്തതിന് ശേഷം 8 വർഷമാണ് ഞാനവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഞാനാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അവരെന്നോട് പോകാൻ പറഞ്ഞതല്ല. ഞാനൊരു കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ഇത് എൻ്റെ മാത്രം കഥയല്ല. എനിക്ക് ഒരുപാട് ഡിസബിലിറ്റിയുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവർ പല രീതിയിലും IT സെക്ടറിലും മറ്റ് പല കോർപ്പറേറ്റ് സെക്ടറിലും സ്പോർട്സിലായിക്കോട്ടെ പല രീതിയിലും നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ടുള്ള ജസ്റ്റ് പ്രൊഫഷണൽ അല്ല, ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേരെ അറിയാം. പക്ഷേ ഇവരൊക്കെ ഈ ഒരു ഇതിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്കുള്ളൊരു മനോഭാവമാണ്. ഇപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഫ്രെയിം വർക്കുകളുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി, ഒരു എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം ഡൈവേഴ്സിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ കമ്പനി, നിങ്ങളൊരു പുതിയ കമ്പനി തുടങ്ങി, നിങ്ങളതിൽ ഡൈവേഴ്സിറ്റിയെ ഇൻക്ലൂഡ് ചെയ്യുന്നു, എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടും. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ഫണ്ടിങ്ങോ അല്ലെങ്കിൽ റിലാക്സേഷനോ കിട്ടണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ഡൈവേഴ്സിറ്റി ഇത് ചെയ്യണം. ഇതുപോലുള്ള പല കാര്യങ്ങളും നിലവിലുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മളെ ആറ്റിറ്റ്യൂഡ് മാറാതെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ആറ്റിറ്റ്യൂഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന് നമുക്ക് ഇപ്പം ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് നമ്മളെ മുന്നിലുള്ള ഒരുപാട് എക്സ്പീരിയൻസ് തെളിയിച്ച ആൾക്കാരുടെ കഥകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇവരെ ബോധ്യപ്പെടുത്താനെങ്കിലും നമുക്ക് പറ്റണം. പിന്നെ ഇതുപോലെ ചർച്ചകൾ പലപ്പോഴും ഒരു അക്കാദമിക്കലായിക്കോട്ടെ ഒരു ഇൻ്റലക്ച്വൽ ഗ്രൂപ്പിൻ്റെ ഇടയിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഇപ്പം നമ്മളിവിടെ ചർച്ച ചെയ്തു, എനിക്കറിയില്ല ഇവിടെ എത്രത്തോളം ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ കമ്പനി ഓണേഴ്സോ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ചർച്ചകൾ നടക്കുമ്പോൾ ഇവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള HR ഗ്രൂപ്പുകൾ അവർ കൂടി ഇതുപോലുള്ള ചർച്ചകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും പോളിസി ലെവലിൽ പോളിസി മേക്ക് ചെയ്യുന്ന ആളുകളിൽ ഡിസബിലിറ്റി ഉള്ള ആളുകൾ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ. മറ്റൊന്ന്, ഇത്തരം പോളിസികൾ
ഉണ്ടാക്കപ്പെടുന്ന സമയത്ത് ഡിസബിലിറ്റിയുള്ള ആൾക്കാരെ ഉൾക്കൊള്ളുന്ന രൂപത്തിലേക്ക് മനഃപൂർവ്വമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നതാണ്. ഒരു ഗവേഷക വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മളുടെ ഡിസബിലിറ്റി ഇൻക്ലൂഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാരിയേഴ്സ് എന്താ പറയുക, ആക്ച്വൽ ബാരിയേഴ്സ്, ഇത് എത്രത്തോളം നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഗവേഷണം നടത്തുന്ന അല്ലെങ്കിൽ ഇത്രയും കാലത്തെ നിങ്ങളെ ഒരു കോളേജ് ലൈഫിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈഫിൽ നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്? ഞാൻ സ്ട്രക്ചറൽ ബാരിയേഴ്സ് അല്ല പറയുന്നത്, മനോഭാവ തടസ്സം എന്ന് പറയുന്ന സംവിധാനത്തിൽ. ഇതിൻ്റെ ഒരു ഉത്തരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ പറയാമെന്ന് എനിക്ക് തോന്നണേ. നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അത് കോളേജ് ലൈഫിലേക്ക് എത്തുന്നതിന് മുന്നേ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യണം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഞാൻ 10ാം ക്ലാസ് പാസ്സാവുന്നത് 12 വർഷം എടുത്തിട്ടാണ്. സാധാരണ ഒരു വിദ്യാർത്ഥി നോർമലായിട്ട് പഠിച്ചാൽ 10 വർഷം കൊണ്ട് 10ാം ക്ലാസ് പാസ്സാവും. ഞാൻ പാസ്സാവുന്നത് 12 വർഷം എടുത്തിട്ടാണ്. 2 വർഷം നഷ്ടപ്പെട്ടു. 2 വർഷം നഷ്ടപ്പെടാനുള്ള കാരണം, ഞാൻ പരീക്ഷ എഴുതുന്നുണ്ട്, ഞാൻ എഴുതുന്ന ഉത്തരം ടീച്ചർമാർ നോക്കുന്നുണ്ട്, മാർക്ക് കിട്ടുന്നില്ല. അതിൻ്റെ പ്രശ്നം കിടക്കുന്നത് ഞാൻ എഴുതുന്ന കാര്യങ്ങൾ അവർക്ക് വായിക്കാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ട് അവരത് വെട്ടുക. അത് 2 വർഷം ഞാൻ പരാജയപ്പെട്ടു. ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഞാൻ 8ാം ക്ലാസ്സിലെത്തുന്നത് വരെ ഈ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സംവിധാനത്തെ പറ്റി എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അപ്പനും അമ്മയെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വീടിരിക്കുന്നൊരു മലയോര പ്രദേശത്താണ്, ഒരു കർഷകരാണ്, സാധാരണ തൊഴിലാളികളാണ്. അവർക്കും ഇതിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല. അപ്പോൾ ഈ ധാരണ ആരാണ് കൊടുക്കേണ്ടത്? നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ടത്, അവനെ ചേർത്ത് പിടിക്കേണ്ടത്, അവനവിടെ സാമൂഹ്യപരമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആരാ? അത് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഈ പറയുന്ന അധ്യാപകരും മറ്റു ആളുകളാണ്. ഇതിലെ പോരായ്മകൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചതിൻ്റെ ഏറ്റവും വലിയ കാര്യം. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ലക്ഷക്കണക്കിന് ഭിന്നശേഷിക്കാർ ഇന്നും നമ്മുടെ നാടിനകത്തുണ്ട്. ഇതൊരു കോളേജിലേക്കും ഈ പറയുന്ന റിസർച്ചിലേക്കും വരുമ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ, നമ്മളിതിനെ മറികടക്കാൻ തീരുമാനിച്ചാൽ, നമ്മളിതിനെ ഓവർകം ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ പ്രതിബന്ധങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. ഇൻക്ലൂഷനൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടും. പക്ഷേ ഇന്നും ക്യാമ്പസുകളിൽ പൊതുമധ്യത്തിൽ വന്നിങ്ങനെ സംസാരിക്കാൻ പേടിയുള്ള, ഒരു സെമിനാർ എടുക്കുമ്പോൾ കയറി ഒരു ചോദ്യം ചോദിക്കാൻ മടിയുള്ള ഒട്ടനവധി ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ എനിക്കറിയാം. അതിൻ്റെ കാരണം ഇന്നും നമ്മുടെ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പൂർണ്ണമായി ഭിന്നശേഷി സൗഹൃദമായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഈ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ സ്ട്രക്ചറലായിട്ട് മാത്രമല്ല, ആറ്റിറ്റ്യൂഡനൽ, ജാതിപരമായി വിവേചനം നേരിടുന്ന എത്ര വിദ്യാർത്ഥികൾ നമ്മുടെ ക്യാമ്പസുകളിൽ ഇന്നും പഠിക്കുന്നുണ്ട്. ആ വിവേചനം നേരിടുമ്പോൾ അവരാ വിവേചനം നേരിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്ര 10 മടങ്ങായിട്ട് ഭിന്നശേഷി വിദ്യാർത്ഥികൾ നേരിടുന്നുണ്ടാവും. ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ 2ാം നിലയിലേക്ക് കയറാൻ പറ്റില്ല. കാരണം അവിടെ ലിഫ്റ്റില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ആ സ്ഥാപനത്തിനകത്ത് പൂർണ്ണമായും എല്ലാ ചർച്ചകളും ഡിബേറ്റുകളും ഈ പറയുന്ന കോഴ്സ് വർക്കും പരിപാടിയൊക്കെ നടക്കുക ഈ 2ാം നിലയിലെ സെമിനാർ ഹാളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ഭിന്നശേഷി വിദ്യാർത്ഥിക്ക് ഇൻക്ലൂസീവായി ക്യാമ്പസിനകത്ത് ഇടപെടാനും ചർച്ചകളിൽ പങ്കെടുക്കാനും അവൻ്റെ മനോഭാവങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും സമൂഹത്തിൽ ഇടപെടാനും പറ്റുന്ന രീതിയിലേക്ക് അവൻ ഇടപെടാൻ അവിടെ ആ സംവിധാനം ഇല്ല. ഒരു ക്യാമ്പസിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു സാധാരണ വിദ്യാർത്ഥിക്ക് എങ്ങനെയാണോ ഇടപെടാൻ പറ്റുന്നത് അത്തരത്തിൽ ഇടപെടാനുള്ള പൂർണ്ണമായ സംവിധാനങ്ങൾ ഉണ്ടാവണം. ഞാൻ റിസർച്ച് ചെയ്യുന്ന മേഖല, ഇവിടെ പറഞ്ഞതിൽ ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ റിസർച്ച് ചെയ്യുന്ന മേഖല ഭിന്നശേഷിക്കാരായ ആളുകളുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പങ്കാളിത്തം എന്നുള്ള മേഖലയിലാണ് ഞാൻ റിസർച്ച് ചെയ്യണേ. ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ഈ തീരുമാനമെടുക്കുന്ന ബോഡികളിലേക്ക് ആര് വരുന്നില്ല? ഭിന്നശേഷിക്കാർ വരുന്നില്ല. ഭിന്നശേഷിക്കാരെങ്ങനെ വരിക? നമ്മുടെ ഗവൺമെൻറ് റിസർവേഷൻ സംവിധാനം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? നിങ്ങൾക്ക് പഠിക്കാൻ പോകണോ? റിസർവേഷൻ ഉണ്ട് 4%.
നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി വേണോ, റിസർവേഷൻ്റെ 4%. എന്നാൽ അധികാര ധ്രുവീകരണത്തിലേക്ക് വരുമ്പോൾ, പോളിസി മേക്കിങ്ങിലേക്ക് വരുമ്പോൾ അവിടെയൊക്കെ ആരാ ഔട്ടാവുക? ഭിന്നശേഷിക്കാരൻ ഔട്ടാവുക. അപ്പോൾ ആ ഇൻക്ലൂഷൻ എവിടെയാണ് വർക്ക് ചെയ്യണേ? ആ ഇൻക്ലൂഷൻ വർക്ക് ചെയ്യുന്നത് ഇത്തരത്തിൽ ക്യാമ്പസുകളിൽ ഈ പറയുന്ന അധികാരിവർഗത്തിൻ്റെ മുന്നിലും അതേ രീതിയിൽ തന്നെ നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനം കൈയടക്കി വെച്ചിരിക്കുന്ന ആളുകളുടെ ഉള്ളിലാണ്. ഇത് എവിടുന്ന് ചേഞ്ച് ആവണ്ടേ? ഇത് ചേഞ്ച് ആവേണ്ടത് നമ്മൾ ഈ ആദ്യകാല വിദ്യാഭ്യാസം പഠിച്ചു തുടങ്ങുന്ന അടിത്തട്ടിൽ മുതൽ തന്നെ ഒന്നൊന്നായി ഇത് മാറി വരണം. ഇത് മാറി വന്ന് ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും കേവലം ഏതെങ്കിലും റൂമിനകത്തിരുന്ന് ജോലി ചെയ്യാൻ ഞങ്ങളാരും റിസർവേഷൻ നിന്ന് എവിടെയും കൊണ്ടുവന്നിരുത്തണ്ട. ഞങ്ങൾക്കെല്ലാ പണിയും ചെയ്യാൻ പറ്റും. ഞങ്ങൾക്കും ഈ പറയുന്ന രാജ്യം ഭരിക്കാനും കോളേജ് ഭരിക്കാനും. ഞാൻ കോളേജിനകത്തേക്ക് പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന അപകർഷബോധത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കിടന്നൊരു വിദ്യാർത്ഥിയായിരുന്നു. അവസാന ബെഞ്ചിൽ പോയിരിക്കും, ആരോടും മിണ്ടില്ല, മിണ്ടാൻ പേടിയാ. എന്താ മിണ്ടാൻ പേടി? കാരണം അന്ന് വരെ നമ്മൾ കണ്ടുവന്ന നമ്മുടെ സ്കൂളുകളിൽ നിന്ന് നമ്മൾ പഠിച്ച സാധനം വേറെയാണ്. നമ്മൾ അധ്യാപകർ മാറ്റിയിരുത്തുക, പൊതുവിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നില്ല. ഈ സാധനം ഉള്ളിൽ പേറിക്കൊണ്ടാണ് കോളേജിലേക്ക് പഠിക്കാൻ ചേട്ടണേ. അപ്പം നമുക്ക് മിണ്ടാൻ സാധിക്കുമോ വിദ്യാർത്ഥികളോട്? ഈ പറഞ്ഞ സാഹചര്യം അവിടെ വർക്കാവില്ല. അത് വർക്കാവാൻ കാരണമായത് ഇന്നത്തെ കേരളത്തിനകത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയമാണെന്ന് അഭിമാനത്തോടു കൂടി വിട്ടിരുന്ന് പറയാൻ പറ്റും. കാരണം ഇടപെടാനും വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്താനും അവനൊരു കുറവുണ്ടെങ്കിൽ ആ കുറവിനെ മറികടന്ന് മുന്നോട്ട് പോകാനും സാധിക്കുന്ന വേദികൾ ക്യാമ്പസുകൾക്കകത്ത് ഒരുക്കിയത് ഈ പറയുന്ന ഒരു അധികാരി വർഗമല്ല, അത് ഈ ക്യാമ്പസുകൾക്കകത്ത് രാഷ്ട്രീയം പറഞ്ഞ വിദ്യാർത്ഥികളാണെന്ന് അഭിമാനത്തോടു കൂടി പറയും. പക്ഷേ അവിടെ നിന്ന് പടവെട്ടി തുടങ്ങി ഇന്ന് PhD വരെ എത്തി നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അധികാരികൾക്കപ്പുറത്ത് ഈ കേരളത്തിനകത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയ ബോധമുള്ള വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ച് അവർക്ക് അവസരം ഒരുക്കുന്നതുകൊണ്ടാണ്. ഇത് തർക്കമില്ല. തീർച്ചയായിട്ടും നമ്മൾ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി അല്ലേ, 40% മുകളിലുള്ളവരാണ് ഡിസബിലിറ്റി എന്ന നിയമം പറയുന്നത്. 39 പോയ പ്രശ്നമാണ്. അപ്പം പലപ്പോഴും 40% മേലെ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒക്കെ ലഭിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ 40% മേലെയുള്ള ആൾക്കാർക്ക് ജോലി ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ജോലി ലഭിക്കാൻ പലപ്പോഴും അത് കാരണമാവുകയാണോ തടസ്സമാവുകയാണോ എന്ന് നമുക്ക് ഒന്ന് ഇതിലേക്ക് പോവാം. നമ്മളെ കൂട്ടത്തിൽ കുറേ പേരൻസ് മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അതിൽ സുലൈഖത്തൻ്റെ മകൻ നമ്മുടെ വൊക്കേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. സുലൈഖത്ത ഒന്ന് പറയോ, നിങ്ങളുടെ ഒരു കുട്ടിയുടെ രക്ഷിതാവ് എന്ന നിലക്ക് നിങ്ങൾ തൊഴിലിടങ്ങളിൽ അല്ലെങ്കിൽ മകൻ തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രത്തോളമാണ്? എൻ്റെ പേര് സുലൈഖ, ഞാൻ കൊയിലാണ്ടിയാണ് സ്ഥലം. എൻ്റെ മോന് 28 വയസ്സായി, ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി ഉള്ള കുട്ടിയാണ്. അവനിപ്പം ഏകദേശം 8 വർഷത്തോളമായി ഈ ജോലി പോകാൻ തുടങ്ങിയിട്ട്. അതിലിപ്പോൾ 3 വർഷത്തിൻ്റെ മേലെയായി തണൽ ഡയാലിസിസ് സെൻറ്ററിൽ കൊയിലാണ്ടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന് അവിടെ പോയ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാഷ് ഇടപെട്ട കേസാണ്, മാഷ്ക്ക് നല്ലോണം അറിയാം. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള സ്റ്റാഫിന് അവനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ ആദ്യം ഉണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെയായിരുന്നു അവനെ കണ്ടത്. പക്ഷേ ഒരു നിമിഷത്തിൽ അവന് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നു, പ്രശ്നം വന്നു. അങ്ങനെ ആദമാഷൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാലം അവനെ മാറ്റി നിർത്തി കൗൺസിലിംഗ് കൊടുത്തു. വീണ്ടും അവിടത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ആ തിരിച്ചു പോയ സമയത്ത് അവനെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ രീതിയിലും മാറി, അവനെ അവിടുത്തെ സ്റ്റാഫ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും മാറി. ഇവനും ഒരിത് വന്ന് അവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത്. ഇപ്പം 3 വർഷമായി. ഇപ്പം വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അവിടെയുള്ള ഒരു സ്റ്റാഫ്, ഇൻചാർജുള്ള സ്റ്റാഫ്, എനിക്കിപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്ത് ഇതുണ്ടെങ്കിലും അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അത് മാനേജ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ
അവൾ പറയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് വിളിച്ച് പറയും, നിങ്ങൾ അവനോട് ചോദിക്കരുതെന്ന് പറയും. അവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കലില്ല അവനോട്. അപ്പോൾ അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതും അവൻ അവിടെ പറയുന്ന ഒരവസ്ഥയിലായി. ഇപ്പോൾ ലേറ്റസ്റ്റ് എനിക്കുണ്ടായ ഒരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ അവനെ പിന്നെ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് ഞാൻ പോകുന്ന കൂട്ടത്തിലാണ് അവനെ പുറത്തേടെ ഞങ്ങൾ ടൂർ അങ്ങനെയൊക്കെ ആയിക്കോളൂ. 2 ആഴ്ച മുന്നേ എൻ്റെ മോനെ അവരെ കൂടെ സ്റ്റാഫ് ടൂറ് പോയി, 1 ഡേ ടൂറ് പോയി. പിന്നെ ഒരു ദിവസം സ്റ്റേ ചെയ്തു. പിന്നെ പിറ്റേന്നാണ് വന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി എനിക്കുണ്ടായ ഒരു സങ്കടകരമായ ഒരു അനുഭവം കൂടി പറയാം. ഇത് തണലുമായിട്ട് ബന്ധപ്പെട്ടല്ല. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ തിരുവനന്തപുരത്ത് വെച്ച് സവിശേഷം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 1 ഡേ ജോബ് ഫെയർ ഉണ്ടായിരുന്നു. ജോബ് ഫെയറിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കോഴിക്കോട് നിന്ന് 4 പാരൻസും 4 കുട്ടികളും. അപ്പോൾ സങ്കടമോ ദേഷ്യമോ എന്താ വന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. 40 കമ്പനികൾ അവിടെ, സ്വകാര്യ കമ്പനികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു ഉദ്യോഗാർത്ഥിക്ക് 5 കമ്പനിയുടെ ഇതിലേക്ക് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാം. നിർഭാഗ്യകരമാണെന്ന് പറയട്ടെ, നമ്മുടെ കുട്ടികൾക്ക്, അതായത് ഈ ID മേഖലയിലുള്ള കുട്ടികൾക്ക് പറ്റിയ ഒരു ജോലിയും ഉണ്ടായിരുന്നില്ല. ഉണ്ടായത് തന്നെ അവിടെ തിരുവനന്തപുരം ചുറ്റുവട്ടത്തുള്ള ഭിന്നശേഷിക്കാരായ ആൾക്ക് മാത്രമേ ഉള്ളൂ. അതൊരു വല്ലാത്തൊരു, ഞാനത് ചോദ്യം ചെയ്തപ്പോൾ, പക്ഷെ അത് വേറൊരു രീതിയിലാണ് അവർ ഇതപ്പോൾ പറഞ്ഞല്ലോ ഇതാക്കി കഴിഞ്ഞത്. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ വെച്ച് നിർത്തി. ഹലോ. സുലൈഖ നമ്മളൊക്കെ വളരെ വേണ്ടപ്പെട്ട, വളരെ അടുത്ത ഒരു വ്യക്തിയാണ്. നമ്മളൊക്കെ നിരന്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മാഡത്തെ പറ്റി എനിക്ക് വേറൊരു കാര്യമാണ് പറയാനുള്ളത്. അതായത് ഒരിക്കൽ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ബീന ഫിലിപ്പ് മാഡം ഇരിക്കുന്ന സമയത്ത് മാഡം സുലൈഖത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എങ്ങനെ ഈ ഒരു സ്റ്റേജ് കയറി സംസാരിക്കാൻ ഞാൻ പ്രാപ്തനായത് എൻ്റെ മകൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ നടന്നിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വിമൺ എംപവർമെൻറ്റിൻ്റെ വളരെ വലിയൊരു ഉദാഹരണമാണ് നമ്മളെ സുലൈഖ. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം അല്ലെങ്കിൽ സുലൈഖ ഒരിക്കലും ഇങ്ങനെ സ്റ്റേജിലിരുന്ന് സംസാരിക്കാനോ ഇങ്ങനെ പറയാനോ പറ്റുന്ന ഒരാളല്ല എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അത് മകൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് ഈ മേഖലയിൽ. അതുകൊണ്ട് അഭിമാനിക്കാം. പിന്നെ 2 സാഹചര്യങ്ങളാണ് ഈ ഒരു കേസുകളിലുള്ളത്. അതായത് ഒന്ന്, ഒരു സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് മോന് കിട്ടിയത് കൊണ്ട് അവിടെ ഈ പറഞ്ഞ തൊഴിലിടത്തിൽ അവന് വിജയിക്കാൻ സാധിച്ചു. അവിടേക്ക് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭിന്നശേഷി മേഖലയിലുള്ള വ്യക്തികൾ, ഇപ്പം ഞാനിവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നു, നമ്മുടെ ചുറ്റുമിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്നുകിൽ ഭിന്നശേഷിയുള്ളവരോ ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ മാത്രമാണുള്ളത്. നമ്മളെ ചർച്ച ഈ ഒരു ബോക്സിൻ്റെ പുറത്തോട്ട് പോകൽ അത്യാവശ്യമാണ്. നേരത്തെ മൻസൂറിലേക്ക് പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അവരുമായിട്ടാണ്, സംവദിക്കേണ്ടത് അവരുമായിട്ടാണ്. നമ്മൾ ജോലിക്കെടുക്കാൻ പോകുന്ന ആൾക്കാർ, നമ്മുടെ എന്താ പറയുന്നത്, ഭിന്നശേഷിക്കാരെ തൊഴിലെടുക്കാൻ അവരെ പ്രാപ്തരാണവർ. അതിന് ഉദാഹരണമാണ് തന്നെ മോൻ. ഞങ്ങളുടെ ജാസർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ജാസർ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ജാസർ ഞങ്ങളുടെ പ്രൗഡ് എംപ്ലോയിയാണ്. കാരണം ജാസർ അവിടെ വരുന്ന സമയത്തുള്ള ജാസറിനെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ജാസർ അവിടെ വരുന്ന പോലെയുള്ള ആളല്ല. ജാസർ ഇന്ന് വിവാഹിതനാണ്, ഒരു കുഞ്ഞിൻ്റെ അച്ഛനാണ്. അതൊക്കെ ജാസറിനെ എത്തിച്ചത് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ജോലിയിൽ ഏർപ്പെടാൻ സാധിച്ചതും ആ ജോലിയിൽ അവന് തിളങ്ങാൻ സാധിച്ചതും കൊണ്ടാണ്. അതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ CRCയിലാണ് ജോലി ചെയ്യുന്നത്. CRCയിലുള്ള ആൾക്കാർക്ക് ഭിന്നശേഷി എന്താണെന്നും ഭിന്നശേഷിയുള്ള ആൾക്കാർ പ്രശ്നങ്ങൾ എന്താണെന്നും അവരെങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് അറിയുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഈ പറഞ്ഞ പൊതു അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റേതാണെങ്കിലും അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിലുള്ള തൊഴിൽ ഉടമകളും അവിടുത്തെ ജീവനക്കാരെല്ലാവർക്കും ഭിന്നശേഷിയെക്കുറിച്ചിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കണം. അതിലൊരു വലിയൊരു മിനിഞ്ഞാന്ന് 27-ന് കൊച്ചിയിലുള്ള കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചൊരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എയർപോർട്ടിലെന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ വിചാരിക്കും ഭിന്നശേഷിയുള്ള ആൾക്കാരൊന്നും ഫ്ലൈറ്റിൽ പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. പക്ഷേ ആ ഒരു വീൽ ചെയർ യൂസേഴ്സിൻ്റെ ഒരു കണക്ക് മാത്രമേ അവരെടുത്തുള്ളൂ, ഭിന്നശേഷിക്കാരുടെ കണക്കില്ല. അതന്നെ എന്ന് പറയുന്നത് എത്രയോ വളരെ വലിയ സംഖ്യയാണ്. അപ്പോൾ
അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഭിന്നശേഷിയുള്ള ആൾക്കാരെ നമ്മൾ ഹാൻഡിൽ ചെയ്യും. അവർക്കറിയില്ല. CSFിൻ്റെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അവിടെ ഗ്രൗണ്ട് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, റിസപ്ഷനിലുള്ള ആൾക്കാരുണ്ട്, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ മുന്നിൽ വരും, ഒരു ഹിയറിംഗ് ഇമ്പയർഡ് ആയ ഒരാൾ വരും. ആ വരുന്ന ആളോട് എങ്ങനെ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നറിയില്ല. അവർ ടിക്കറ്റ് നോക്കി, നിങ്ങൾ സ്പൈസിലാണോ പോകേണ്ടത്, എന്നാൽ വരും പറഞ്ഞ സ്പൈസിൻ്റെ ആ ഓഫീസിലേക്ക് കൊണ്ടുപോകും. അല്ലാതെ ഇവരോട് എന്താ നിങ്ങളുടെ പ്രശ്നം, എന്താ നിങ്ങളുടെ ആവശ്യം, എങ്ങോട്ടാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്ന് ചോദിക്കേണ്ട ബേസിക് ആയിട്ടുള്ള സൈൻ ലാംഗ്വേജ് അറിയില്ല. അപ്പോൾ തൊഴിലിടങ്ങളിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം തൊഴിലിടങ്ങളിൽ ഭിന്നശേഷിയുള്ള വ്യക്തികളെക്കുറിച്ച് അറിയുന്നവരും ഭിന്നശേഷിക്കാരെ മാനേജ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള നല്ലൊരു സെൻസിറ്റൈസേഷൻ അവിടെ നടന്നിരുന്നെങ്കിൽ മാത്രമേ പൂർണ്ണാർത്ഥത്തിൽ ഭിന്നശേഷിക്കാർക്ക് ഈ പറഞ്ഞ ഇടങ്ങളിൽ അതിജീവിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നം സംഭവിക്കുക എന്താണ്, അവർക്ക് അവിടെ നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. നമ്മളുണ്ടല്ലോ, നമ്മൾ ചില സ്ഥലത്തൊക്കെ പൊല്യൂട്ടഡായ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എത്ര മനോഹരമായ സ്ഥലമാണെങ്കിലും ആ പൊല്യൂഷൻ കാരണം നമ്മളവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ പോലെ എന്താ പറയുന്നത്, നമ്മുടെ തൊഴിലിടങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് നല്ല രീതിയിലാക്കണമെങ്കിൽ, അവിടെ ഭിന്നശേഷി സൗഹൃദമാക്കണമെങ്കിൽ ഭിന്നശേഷി വ്യക്തിയെക്കുറിച്ചുള്ള അറിവും അവിടെയുള്ള ആറ്റിറ്റ്യൂഡൽ എംപ്ലോയിയുടെയും ആറ്റിറ്റ്യൂഡൽ ഇഷ്യൂ ആണ് അല്ലേ. ഒപ്പം ജോലി ചെയ്യുന്ന ആൾക്കും നല്ല രീതിയിലുള്ളൊരു സമീപനം വേണം വ്യക്തിയോട്. മാനേജ്മെൻറ്റ് സംവിധാനമാണ്. കാരണം ഇവർ നമ്മൾ ചിലപ്പോൾ മറ്റൊരു എംപ്ലോയി ചെയ്യുന്ന പ്രൊഡക്ഷൻ ചിലപ്പോൾ കുറച്ച് കുറഞ്ഞേക്കാം, എന്നാലും അത് മാനേജ് ചെയ്തുകൊണ്ട് ചെയ്യാൻ അവനും അവസരം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഭിന്നശേഷി സൗഹൃദമായുള്ളൊരു തൊഴിലിടം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. അതിനൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, എപ്പോഴും നമ്മളെന്താണ് ഭിന്നശേഷിയെക്കുറിച്ചുള്ള അവയർനെസ് മാക്സിമം നമ്മൾ ഈ ഒരു ബോക്സ്, ഞാൻ പലപ്പോഴും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ 50% ഭിന്നശേഷിക്കാരും ഭിന്നശേഷിക്കാരെ മക്കളൊക്കെ ഉണ്ടാവാൻ പാടുള്ളൂ. ബാക്കി എന്ത് ചെയ്യണം, നാട്ടുകാരെ പിടിച്ചിരുത്തണം, അവരറിയട്ടെ. കാരണം നമ്മൾ ഭിന്നശേഷി സൗഹൃദമായ സമൂഹം സൃഷ്ടിക്കുമ്പോൾ ആ സമൂഹം എന്ന് പറഞ്ഞാൽ വ്യക്തികളാണല്ലോ, ആ വ്യക്തികൾ എന്ത് ചെയ്യണം വേണം, അപ്പോഴും നമുക്ക് ശരിയാവുള്ളൂ. 50-50 അനുഭവത്തിലെങ്കിലും ഇരിക്കണം. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ, അപ്പോൾ ഭിന്നശേഷിയുള്ള എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ അവിടുത്തെ ഡെപ്യൂട്ടി ചെയ്തിരിക്കുകയാണ്. എല്ലാ സ്ഥാപനത്തിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഭിന്നശേഷിയുള്ള ആൾക്കാരെ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത്. ഭിന്നശേഷിയുള്ള ആൾക്കാർക്ക് RPWD ആക്റ്റോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരൻ്റെ അവകാശങ്ങളെക്കുറിച്ചൊന്നും പറയും, എന്നെക്കാളും നന്നായിട്ട് പറഞ്ഞു കൊടുക്കും. ഞാനിപ്പോൾ ക്ലാസ് എടുക്കാൻ എന്നെക്കാളും നന്നായിട്ട് RPWD ആക്ട് പറയുന്ന ഭിന്നശേഷി അല്ലേ നിങ്ങളൊക്കെ പറയില്ലേ. കാരണം അതല്ല ആവശ്യം, പബ്ലിക്കാണ് അറിയേണ്ടത്, ജനങ്ങളാണ് അറിയേണ്ടത്. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ഒരു ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ളൊരു തൊഴിലിടം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ. അതെ, നമ്മൾ KDF മുന്നോട്ട് വെക്കുന്നതും ഈ പ്രോഗ്രാം ഡിസബിലിറ്റി ഫെസ്റ്റിവൽ ആണെങ്കിൽ കൂടി അതിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് മൊത്തം പൊതുസമൂഹത്തെയാണ്. പൊതുസമൂഹം വന്ന് കാണാൻ വേണ്ടി തന്നെയാണ് കാലിക്കറ്റ് ബീച്ചിൽ നമ്മൾ ഈ ഒരു ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഇതൊരു ജസ്റ്റ് ഒരു ഇവൻറ്റ് മാത്രമല്ല, ഇതൊരു മൂവ്മെൻ്റാണ്. എല്ലാ വർഷവും ഇതൊരു മുന്നേറ്റമായിട്ട് മുന്നോട്ട് പോകും. ഞാൻ ഒന്നുകൂടി സദസ്സിലേക്ക് തന്നെ വരികയാണ്. ഇവിടെ ആര്യയുടെ കൂടെ കുറേ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും? ഏതൊക്കെ ഏരിയയിൽ വർക്ക് ചെയ്യുന്നു അവർ, എന്താണ് എക്സ്പീരിയൻസ്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. സർ, ഞാൻ ആര്യ. ഞാൻ വരുന്നത് സഹാറ ഭാരത് ഫൗണ്ടേഷൻ എന്നാണ്. ഒരു കോംപ്രഹെൻസീവ് ഡിസബിലിറ്റി കെയർ സെൻ്ററാണ് നമ്മുടെ സഹാറ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എല്ലാ രീതിയിലുള്ള കുട്ടികളുടെയും നമുക്ക് 21 ടൈപ്പ് ഡിസബിലിറ്റീനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്, സറൗണ്ടിങ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചുകൊണ്ടുള്ള ഒരു ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ റീഹാബിലിറ്റേഷനുമാണ്. അപ്പോൾ നമ്മുടെ അവിടെ കുട്ടികൾ വർക്ക് ചെയ്യുന്നത് കെയർ ടേക്കേഴ്സ് ആയിട്ടുണ്ട്. അഗ്രികൾച്ചർ മേഖലയിൽ താല്പര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് അനുസരിച്ച് കൊടുക്കുന്ന സിറ്റുവേഷൻസിൽ അവർക്ക് നന്നായിട്ട് അത് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 20ഓളം കുട്ടികൾ നമുക്ക് ഓൺ ജോബ് ട്രെയിനിങ്ങിലുണ്ട്. അതിൽ 6 കുട്ടികൾ നമ്മൾ സാലറി ആയിട്ട്, നമ്മുടെ സ്റ്റാഫുകൾ എന്ന് പറയുന്നതും ഡിസബിലിറ്റിയുള്ള മക്കൾ തന്നെയാണ്. സോ ഇങ്ങനെ പല രീതികളിലും അവർക്ക് ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ കൊടുക്കുകയാണ്, അവരുടെ എബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് അവർക്കുള്ള ട്രെയിനിങ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിലേക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. സോ എനിക്കിതിൻ്റെ കൂട്ടത്തിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉള്ളത് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു റിക്രൂട്ട്മെൻറ്റ് സമയത്ത് അല്ലെങ്കിൽ ഒരു പ്ലേസ്മെൻറ്റിലേക്ക് ചിന്തിക്കുന്ന സമയത്തേക്ക് ആദം സർ എനിക്ക് തോന്നുന്നു അതിന് ചെറിയൊരു ത്രെഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു വ്യക്തി നോ മാറ്റർ അതൊരു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആയിക്കോട്ടെ, അവരെ ഹയർ ചെയ്യുന്ന സമയത്തേക്ക് അവരുടെ എബിലിറ്റി, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദെയർ കപ്പാസിറ്റി, പക്ഷെ അവർക്കുള്ള എബിലിറ്റീസ് ഷാർപ്പൺ ചെയ്യാനായിട്ടുള്ള
ട്രെയിനിങ്ങുകൾ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു സിബിൻ സാറിനോ അല്ലെങ്കിൽ മൻസൂർ സാറിനോ ഒക്കെ അത് കുറച്ചുകൂടി പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. അതായത് ഇത്തരത്തിലേക്ക് കുറച്ചും കൂടിയും ട്രെയിനിങ്ങുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കിട്ടുന്ന റിസോഴ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മുടെ സഹാറയിൽ അവരുടെ എല്ലാ സമയത്തുള്ള അവരുടെ കപ്പാസിറ്റി ഷാർപ്പൻ ചെയ്യാനുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇപ്പം ഞാൻ ഇപ്പോൾ 2 കമ്പനികളിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ കേസിലാണെങ്കിൽ സ്പെഷ്യലി ഞാൻ മാത്രമേ ഈ ഒരു കാറ്റഗറിയിലുള്ള ഡിസബിലിറ്റി ആയിട്ടുള്ളൂ. ഐ മീൻ ഇപ്പോൾ ഞാൻ 8 വർഷമായിട്ട് വർക്ക് ചെയ്തൊരു കമ്പനിയിലും ഞാൻ മാത്രമേ അവിടെ ഡിസബിലിറ്റി ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഞങ്ങൾക്ക് തന്നിരുന്നില്ല. മാത്രമല്ല എൻ്റെ മിക്കവാറും ലാപ്ടോപ്പിലും അതുപോലെ എനിക്ക് മറ്റു തരത്തിലുള്ള ഇത് വർക്കിംഗ് ചെയ്യാൻ എല്ലാത്തിനും ബുദ്ധിമുട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ആ രീതിയിലുള്ള ട്രെയിനിങ്സും സാധാരണ ഒരു സ്റ്റാഫിന് കൊടുക്കുന്ന ട്രെയിനിങ് എന്താണോ ആ ട്രെയിനിങ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇത് വല്ലാത്തൊരു ഇതാണ്. കാരണം ഇവർക്കൊരു ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ പോലും അത്യാവശ്യം റെപ്രസെൻറ്റേഷൻ അവിടെ വേണം. ആ റെപ്രസെൻറ്റേഷൻ പോലും പലപ്പോഴും എവിടെയും ഇല്ല. ചിലപ്പം എന്നെ പോലും ചിലപ്പോൾ അവർ ഹയർ ചെയ്തിട്ടുണ്ടാവുക ഒരു ക്വാട്ട ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും. പക്ഷേ അവിടെ എത്തിയപ്പോഴും അവർക്ക് മനസ്സിലായി എൻ്റെ പ്രൊഡക്ടിവിറ്റിയും നമ്മുടെ ആനുവൽ ഗ്രേഡിങ് ആയാലും എനിക്ക് കിട്ടുന്ന റെസ്പോൺസിബിലിറ്റി ആയാലും ഒരു കോമ്പിറ്റൻസ് എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് പലപ്പോഴും ഇത് അവർക്ക് റിയാലിറ്റി ഐഡൻറ്റിഫൈ ചെയ്തത് എന്നെ എടുത്തതിന് ശേഷമാണ്. എനിക്ക് ഉറപ്പുണ്ട് എന്നെ ഒരു ഹയർ ചെയ്തതിന് ശേഷം എപ്പോഴെങ്കിലും അവർക്കൊരു കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കൺസിഡർ ചെയ്യുന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഇതേപോലെ എല്ലാ ട്രെയിനിങ്ങുകളും ഇപ്പം മാൻഡേറ്ററി ആയിട്ട് അവർ കൊടുക്കേണ്ടതാണ്, HR കൊടുക്കേണ്ടതാണ്. അതിന് നിലവിൽ അവർക്ക് ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് അവർ ചെയ്യേണ്ടതില്ല. അവർക്ക് അവരെ CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് അവർക്കത് ക്ലെയിം ചെയ്യാം. ഞങ്ങളുടെ CSR ഉപയോഗിച്ചെന്ന് ക്ലെയിം ചെയ്യാം. അത് ഉപയോഗിച്ചിട്ട് അവർക്ക് ഈസി ആയിട്ട് ട്രെയിനിങ് കൊടുക്കാനും പറ്റും. അത് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചർച്ചയിലുടനീളം സംസാരിച്ച ഒരു റിസർവേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു, 4% റിസർവേഷൻ എന്നൊക്കെ. പലപ്പോഴും ഡിസബിലിറ്റി എന്ന് പറയുന്ന 21ഓളം ആളുകൾ ഡിസബിലിറ്റിയുള്ള ആളുകളാണ്. ഈ 21 ഡിസബിലിറ്റിയിലും ഈ റിസർവേഷനൊക്കെ ആര് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഫിസിക്കൽ ഡിസബിലിറ്റിയുള്ള മനുഷ്യന്മാർ കൊണ്ടുപോകുന്നു എന്ന് പറയേണ്ടി വരും, അല്ലേ? ഇവിടെ അടക്കം നമ്മൾ കാണുന്ന, ഈ പാനലടക്കം കാണുന്ന ഒരു സവിശേഷമായ സംഗതിയുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇൻ്റലക്ച്വലി അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഡിസബിലിറ്റി ഉള്ള ആളുകൾ, പലപ്പോഴും മൈൽഡായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് ജോലി ചെയ്യാൻ പറ്റാറുണ്ട്. ഇങ്ങനെയുള്ള തൊഴിലിടങ്ങളിൽ റിസർവേഷൻ പോട്ടെ, അതിനപ്പുറത്തേക്ക് ഇവൻ ഇൻ്റലക്ച്വലി ഡിസേബിൾ ആണ് എന്ന് പറയുമ്പോൾ അവിടെ തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്തോ ഒരു തടസ്സമോ പ്രയാസമുണ്ടോ? എനിക്കൊന്നും ആയിഷത്താക്ക് അത് പറയാൻ പറ്റും തോന്നുന്നു. ആയിഷത്ത സംസാരിക്കാവോ? കുഴപ്പമുണ്ടോ? ഇല്ല, ഓക്കെ. ഒരു മൈക്ക് കൊടുക്കുമോ ആയിഷത്താക്ക്? ആദമാഷ് പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കാൻ ഒരുപാട് ഉണ്ട്, പക്ഷേ ഇപ്പം സമയം അനുവദിക്കുന്നില്ല. എന്നാലും ഞാനിപ്പോൾ അനുഭവിച്ച സമയമുണ്ട്, സംസാരിച്ചോളൂ. ഓക്കെ, താങ്ക് യു. കുറച്ച് കാര്യങ്ങൾ പറയാം. ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയുടെ പേരൻ്റാണ്. പേര് ആയിഷ നാസർ, കാപ്പാട്. 28 വയസ്സായി മോന്. അപ്പം 18 വയസ്സ് കഴിഞ്ഞപ്പോഴേ നമ്മളിങ്ങനെ വിചാരിക്കുമല്ലോ നമ്മുടെ മക്കളെ ഒരു സ്വന്തം കാലിൽ നിർത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അങ്ങനെ ഒരു അന്വേഷണത്തിൽ നിന്നാണ് നമ്മൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട്. നമ്മൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചാൽ കൊറോണ വന്ന സമയത്ത് അന്വേഷണം നടക്കുമ്പോഴാണ് ആദമാഷായിട്ട് കണ്ടുമുട്ടിയതും തണൽ കൂടെ വന്നതും സ്പേസ് എന്ന് പറഞ്ഞൊരു വൊക്കേഷണൽ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിന് നമ്മൾ തുടക്കം കുറിച്ചതും. അവിടുന്ന് ഇങ്ങോട്ടുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്, അതായത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് കുറേ ആൾക്കാർ ജോലി കൊടുക്കുന്നുണ്ട്. അപ്പം ഈ കുട്ടികളെ ജോലിക്ക് എടുക്കാൻ ചിലവരൊക്കെ സന്നദ്ധരാണ്. പക്ഷേ അവർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1-2 മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേനും അവരെ പുറത്തേക്ക് ഒഴിവാക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ഇവിടെ നാട്ടിലുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? അപ്പം തണലിൽ പോലുള്ള സ്ഥാപനങ്ങൾ ഇടപെടുന്നുണ്ടെന്ന് വെച്ചാൽ അവർക്കൊരു ഫോളോ അപ്പ് നടത്തുന്നുണ്ട്. ആഴ്ചയിലൊരിക്കൽ, പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ, പിന്നെ 3 മാസം കൂടുമ്പോൾ, പിന്നെ 6 മാസം, വർഷം. ശരിക്കും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കുട്ടികളെ ജോലിക്ക് എടുക്കുന്ന സ്ഥാപനത്തിൽ പോയിട്ട് അവിടെയുള്ള സ്റ്റാഫിനും
എല്ലാവർക്കും ഒരു അവയർനെസ് കൊടുക്കുക. ഇവർക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പറ്റും, നിങ്ങളൊരു അവസരം കൊടുക്കുക ഇവർക്ക്. അവർ ട്രെയിനിങ് പോലെ നടത്തിയിട്ട് എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ആ എംപ്ലോയറെ കൂടെ ആരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്ക് വരുമ്പോഴാണ് കൂടുതൽ സ്വകാര്യ സ്ഥാപനങ്ങൾ നമ്മളെ ഈ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ജോലി കൊടുക്കാൻ സന്നദ്ധരാകുന്നത്. പക്ഷേ ഇപ്പം മോന് 3 സ്ഥലങ്ങളിൽ ജോലി എടുത്തു, അവിടെ നിന്നൊക്കെ അവൻ തിരിച്ചു വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അവന് ലീവ് എടുക്കേണ്ടി വന്നു, പിന്നെ വേറെ കുട്ടിയെ എടുത്തു, പക്ഷേ ആ കുട്ടിനെയും തിരിച്ചയച്ചു. അപ്പോൾ നമ്മൾ നിരന്തരം അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് യൂണിയൻ ഇടപെട്ടു എന്നാണ്. യൂണിയൻ എന്ത് ഇടപെടലാണ് അവിടെ നടത്തിയത്? ഞങ്ങൾ ടീച്ചേഴ്സും കമ്മിറ്റിയും മെമ്പേഴ്സ് എല്ലാം പല പ്രാവശ്യം അവിടെ പോയി അന്വേഷിച്ചു, പക്ഷേ അവർ കറക്റ്റായിട്ടൊരു ആൻസർ നമുക്ക് തരുന്നില്ല. പിന്നെ മോനുണ്ടായ ഒരു അനുഭവം, ഒരു ഹോട്ടലിൽ ഒരു ബേക്കറിയിൽ അവൻ ജോലി ചെയ്തു. പക്ഷേ ആ ജോലി അവിടുത്തെ അതിൻ്റെ ഓണർ നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് ഇവൻ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവൻ്റെ ഡ്രസ്സും എല്ലാം ഭയങ്കര എന്താ പറയുക, ചെളി വരുന്ന ഒരു വല്ലാത്തൊരു സങ്കടമായിപ്പോയി എനിക്ക്. വെച്ചാൽ നമ്മളെപ്പോഴും നല്ല ഡീസൻ്റായിട്ട് നടക്കും, നമ്മുടെ മക്കൾ അതിലും ഡീസൻ്റായിട്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇത് ഞാൻ അവരോട് പറഞ്ഞപ്പം അവർ പറഞ്ഞു അവന് പ്രശ്നമില്ലല്ലോ, അതേപോലെ വെള്ളത്തിൽ നിന്നിട്ടാണ് അവന് പാത്രം കഴുകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓണർ അവിടെ എല്ലാ ദിവസവും ചെന്ന് പറയാറുണ്ട് നല്ല ക്ലീൻ ആയിരിക്കണം, നിങ്ങൾ നല്ലതാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് നല്ല രീതിയിലല്ല അവരോട് അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കി, നമ്മൾ ആരെയും കാത്തു നിന്നിട്ട് കാര്യമില്ല. നമ്മുടെ മക്കൾക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ട് ഇറങ്ങണം. ഇപ്പം ഞാൻ കണ്ട ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ചെറിയൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഞങ്ങൾ 4 അമ്മമാർ കൂടി ഒരു സ്നാക്സിൻ്റെ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഈ മക്കൾ സംസാരിക്കാൻ പറ്റാത്ത 2 ടിൻസ് ഉണ്ട്, പിന്നെ മോനുണ്ട്, വേറെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയുള്ള കുട്ടികളിൽ. ഒന്നും വേണ്ട, അവർ ആൾക്കാരറിയട്ടെ ഇവർക്ക് സംസാരിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇവർക്ക് ആ സാധനം എടുത്തു കൊടുക്കാൻ കഴിയും, എല്ലാവർക്കും ആൾക്കാരെ കണ്ടാൽ ചിരിക്കാൻ കഴിയും, വർത്തമാനം പറയാൻ കഴിയും, പേര് ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയും എന്നുള്ളത് സമൂഹം അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഞങ്ങളവിടെ നടത്തി. പക്ഷേ അൽഹംദുലില്ലാ 1 മാസം കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഈ 4 മക്കൾക്കും 3000 രൂപ വെച്ചിട്ട് സാലറി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് നടന്നതെന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ ഒരു സപ്പോർട്ട്. അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ പലഹാരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നാട്ടുകാരെ അറിയിച്ചു, അവരെ. അപ്പോൾ ഇപ്പോൾ ഷോപ്പിലേക്ക് സാധനങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ഈ മക്കൾ ചിന്തിക്കുന്നു എന്തൊക്കെയാണ് അവിടെ തീർന്നത്, ഇനി എന്ത് സാധനമാണ് അവിടെ ആവശ്യമുള്ളത്, ഇനി നാളത്തേക്ക് നമ്മൾ എന്ത് കരുതണം, ഇന്ന് കച്ചവടം ഇല്ലല്ലോ, എന്ത് ചെയ്യണം. അതിനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ആദ്യം വേണ്ടത് പൊതുസമൂഹം. ഈ കുട്ടികൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരം സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ ഗോപി സാറ് പറഞ്ഞിട്ട് തുടങ്ങട്ടെ, നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഇത് ശരിക്കും നമ്മളെപ്പോലെയുള്ള കുറച്ച് പേരൻസും കുട്ടികളും മാത്രമായിരുന്നില്ല കേൾക്കേണ്ടിയിരുന്നത്. ഇനി ഇങ്ങനെയുള്ള ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പം ആദമാഷോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഗോപി സാറ് പറഞ്ഞത് 1% ആൾക്കാർ മതി, പേരൻസ് അത്രയും മതി, ബാക്കി കേൾക്കാൻ വരുന്നവർ ഇങ്ങനെയുള്ള ഓരോ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലുള്ളവരാവട്ടെ. അവർക്ക് മനസ്സിലാവണം ഈ കുട്ടികൾക്ക് കഴിവുള്ളവരാണ് മനസ്സിലായിട്ട് അവരെയും കൂടി ഉൾപ്പെടുത്തി. അല്ലാണ്ട് ഞാനീ പറയുന്നത് നിങ്ങൾ മാത്രം അല്ലെങ്കിൽ എന്നെപ്പോലുള്ള കുറച്ച് പേരൻസൊക്കെ കേട്ടിട്ട് ഒരു കാര്യമില്ല, അവരാണ് കേൾക്കേണ്ടത്. പിന്നെ അതുപോലെ ഈ അടുത്ത് എനിക്കുണ്ടായ 2-3 അനുഭവങ്ങൾ. ഞാൻ ഭിന്നശേഷി തൊഴിൽ മേളക്ക് പോയി, ഭിന്നശേഷിയല്ല സാധാ തൊഴിൽ മേളക്ക് ഞാൻ പോയത് തന്നെയാണ്. എന്നുവെച്ചാൽ അറിയണം ഇങ്ങനെയുള്ള ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ളത് കമ്പനീസ് അറിയണം. ഞാൻ പോയി അവിടെ പല പ്രമുഖ കമ്പനീസ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇവർക്ക് സംവരണമൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ ഇപ്പം ഫുള്ളാണ്, ഞങ്ങൾ അവസരം വരുമ്പം വിളിക്കാം. പിന്നെ വേറെ സ്ഥലത്ത് ഞാൻ പോയി, അത് CRCയിൽ. അപ്പോൾ അവിടെ അവർ ലോക്കോമോട്ടർ ഡിസബിലിറ്റി, ഹിയറിംഗ് ഇമ്പയർഡ്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിക്കാരെ വിളിച്ചിട്ടില്ല, എന്നാലും ഞാൻ പോയി, അവരെ അറിയിക്കണം. അപ്പോൾ അവിടെ ഒരു പ്രമുഖ ഹോസ്പിറ്റൽ അവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു ഫോറിനേഴ്സ് വരുന്നൊരു സെക്ഷനിൽ നമ്മുടെ കുട്ടികൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ അറിയിക്കാം, അടുത്ത മാസം ട്രെയിനിങ് തുടങ്ങും. നമ്മൾ പേരൻസ് എവിടെ എന്ത് കേട്ടാലും ആരുടെ കൂടെ അങ്ങോട്ട് ഓടിപ്പോവും, നമ്മുടെ മക്കൾക്ക് ഒരു ജോലി ആവുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതൊക്കെ ഞാൻ മനസ്സിലാക്കി. എനിക്കൊരു വാശിയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ജോലി കൊടുത്തിട്ട് നമ്മൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം. ഇവർക്കും നാട്ടിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. നാളെ ഈ മക്കളും എന്ത് വേണം, നമ്മളില്ലെങ്കിലും അവരാരും ചൂഷണം ചെയ്യാതെ ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിക്കൊടുക്കും. അതിന് സമൂഹം എന്നും നമ്മളെ കൂടണം. അതിന് ഈ KDF പോലെയുള്ള വേദി ഒരു എന്താ പറയുക കാരണമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഓക്കെ ആയിഷ, ആരും ഇല്ലെങ്കിലും മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതിലൂടെ ആളുകളെ അറിയിക്കാൻ പറ്റും. നമ്മൾ സമയം കഴിഞ്ഞോട് ഇനി ആർക്കെങ്കിലും ഒരു ക്വസ്റ്റ്യനോ
അമീർ, യെസ്, ഒരു മൈക്ക് കൊടുക്കും അവിടെ. ഹായ്, എൻ്റെ പേര് ജെയ്സൽ എന്നാണ്. ഞാൻ 2 കാര്യങ്ങൾ പറയാനാണ്. ഒന്ന്, ഒരു എക്സ്പീരിയൻഷ്യൽ എലമെൻ്റ് ഉള്ള ഒരു സാധനമാണ്. ഞാൻ ഏകദേശം വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരാളാണ്, പൂർണ്ണമായിട്ട് കാഴ്ചപരിമിതി ഉള്ള ഒരാളാണ്. ഞാൻ ഏകദേശം 30ഓളം ഇൻ്റർവ്യൂസിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ 30ഓളം ഇൻ്റർവ്യൂസിൽ അതിൻ്റെ ക്രെഡിറ്റ് ആയിട്ടൊന്നല്ല പറയണത്. അതായത് ഞാൻ ഉദ്ദേശിച്ച ആ 30ഓളം ഇൻ്റർവ്യൂസിൽ പങ്കെടുത്തിട്ട് ചില സ്ഥലത്ത് നിന്ന് എനിക്ക് പേഴ്സണലി നിങ്ങളിത് വെച്ചോളി എന്ന് പറഞ്ഞിട്ട് 500 റുപ്യൊക്കെ കയ്യിൽ തന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് അവർക്ക് എടുക്കാൻ വയ്യ, നമ്മളെടുത്ത് നിന്ന് തിരിച്ച് പൈസ തരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇക്ര ഹോസ്പിറ്റലിൽ തന്നെ ഒരു പോസ്റ്റിൽ ഞാൻ എംപ്ലോയിഡ് ആവുന്നത്. അപ്പോൾ ഇക്ര ഹോസ്പിറ്റൽ ആക്ച്വലി ഒരു പൂർണ്ണമായിട്ടും കാഴ്ചപരിമിതി ഉള്ള ഒരാൾ അതുവരെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ഒരു പുതിയൊരു അനുഭവമായിരുന്നു. പക്ഷേ അവിടെ ഞാൻ കണ്ട ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ അനുഭവിക്കുന്ന ഓരോ പരിമിതികൾക്കും അവർ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടിരുന്നു എന്നുള്ളതാണ്. നമ്മളൊരു വ്യക്തിയെ എക്സ്ക്ലൂഡ് ചെയ്യുകയും ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് കൊടുക്കുക എന്നുള്ളതും രണ്ടാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് സാരല്ല ഞങ്ങൾ ചെയ്യണ്ടട്ടാ എന്ന് പറയുന്നതും ഇതെനിക്ക് ഇങ്ങനെ ചെയ്തൂടെ എന്ന് ചോദിക്കുന്നതും രണ്ടായി. ഞാൻ പഞ്ചിങ്ങിൻ്റെ മാത്രം ഒരു എക്സാമ്പിൾ പറയാം. പഞ്ചിങ്, അവിടുത്തെ പഞ്ചിങ് മെഷീനിന് ടച്ച് സ്ക്രീൻ ആയിരുന്നു, പൂർണ്ണമായിട്ട് ആക്സസിബിലിറ്റി ഇഷ്യൂസ് ഉള്ള ഒരു പഞ്ചിങ് മെഷീനായിരുന്നു. അതുണ്ടായ സമയത്ത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഫോണിലൂടെ പഞ്ച് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനം പോലും എനിക്ക് വേണ്ടി ഒരുക്കി. ഒരൊറ്റ ഇൻഡിവിജ്വൽ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംവിധാനമാണ് ഇക്ര ഇൻ്റർനാഷണൽ ഹോസ്പിറ്റൽ ഒരുക്കിയത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ അവർ ചെയ്തു. നമ്മൾ ചിന്തിക്കുന്നിടത്താണ് പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെയുള്ള ചില ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ പല സംഗതികൾ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുക. രണ്ടാമത്തെ ഒരു കാര്യം, നേരത്തെ ആര്യ എന്ന് പറയുന്ന അവർ ചോദിച്ചതുപോലെ ഈ നമ്മൾ ഈ പേഴ്സണൽ എൻറിച്ച്മെൻറ്റ് അല്ലെങ്കിൽ നമുക്കുള്ള ഈ ഒരു സ്കില്ല് എൻഹാൻസ്മെൻറ്റിനുള്ള ഒരുപാട് സാധ്യതകൾ ഗവൺമെൻറ് സൈഡിൽ നിന്നും അല്ലാണ്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടീച്ചേഴ്സിനാണെങ്കിൽ സമഗ്ര ആവട്ടെ, അവർക്ക് ഫർദർ സോഴ്സസ് പഠിക്കാനൊക്കെ ഉള്ള സോഴ്സസ് കിട്ടാനുള്ള ഫർദർ റീഡിങ്ങിനുള്ള സാധ്യതകളാവട്ടെ. ഇതിൻ്റെ ഒന്നും ആക്സസിബിലിറ്റി സൈഡ് എന്ന് പറയുന്നത് വളരെ വളരെ വീക്കാണ്. അതായത് ഇത്തരത്തിലുള്ളൊരു കമ്മ്യൂണിറ്റി ഈവൻ ഈ എയ്ഡഡ് നിയമനവും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് പോലും ഇത്തരം പോർട്ടലുകൾ കാഴ്ചപരിമിതിയുള്ള ഒരാൾക്കാണെങ്കിലും ഇതര ഭിന്നശേഷിയുള്ള ഒരാൾക്കാണെങ്കിലും ആക്സസ് ചെയ്യാനുള്ളൊരു പ്രയാസം ശരിക്കുണ്ട്. അപ്പം സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ഒരു ട്രെയിനിങ്ങോ ഒരു ഇതോ ഇല്ലാതെ പരമാവധി ഒറ്റയ്ക്ക് പ്രയാസപ്പെട്ട് ചെയ്യുന്ന ആളുകൾ മാത്രം മുന്നോട്ട് പോവുകയും അല്ലാത്തവർ എന്ന് അവിടെ ജോലിക്ക് കയറിയോ അതേ റേഞ്ചിൽ തന്നെ നിൽക്കുന്നതുമായിട്ടുള്ള സിറ്റുവേഷൻ ഇല്ലേ? എന്താണ് ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒബ്സർവേഷൻ? തീർച്ചയായും സമീർ പറഞ്ഞതുപോലെ ഞാൻ ആദ്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ താത്ത പറഞ്ഞിരുന്നു. നമുക്ക് ഇവിടെ കേൾക്കേണ്ടിയിരുന്നത് നമ്മൾ പറയുന്ന ഈ ജോബ് പ്രൊവൈഡേഴ്സിൻ്റെ വായിൽ നിന്നുമാണ് അല്ലേ? എന്താണ് നമ്മളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത്, നമുക്ക് വേണ്ടത് എന്താണ്, അവർക്ക് തരാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സെഷന് കൊണ്ട് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിന് ഇവിടെ സമീർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇക്രയ്ക്കും തണലിനും അത് കഴിയുമെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. നമുക്ക് ഈ KDF അതൊരു മൂവ്മെൻ്റ് ആവുക തന്നെ വേണം. ഈ ഇഷ്യൂസ് നമ്മളുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പബ്ലിക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇഴും ആ ബുദ്ധിമുട്ടുകൾ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടുക എന്നുള്ളതാണ് ഞാനും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു ഡിസബിലിറ്റി ഉണ്ടാകും എന്ന് കരുതി അങ്ങനത്തെ ഒരു ജോലി കണ്ടെത്തിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ കഴിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ അതിനുവേണ്ടി ഇപ്പോൾ KDF അതിനൊരു കാരണമായിക്കോട്ടെ, അത് ഈ ഒരു മൂവ്മെൻറ്റിലൊരു കാരണമായിക്കോട്ടെ ഞാൻ
ആഗ്രഹിക്കുകയാണ്. നെക്സ്റ്റ് ഒരു ഇതേമാതിരി ഒരു സെഷൻ അടുത്തൊരു എപ്പിസോഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ജോബ് പ്രൊവൈഡേഴ്സ് ആയിരിക്കണം ഇവിടെ ഇരിക്കുക. നമ്മൾ അവിടെ നിന്ന് ചോദിക്കുക വേണം, ഇവരെ കൊണ്ട് ആൻസർ ചെയ്യിപ്പിക്കുക തന്നെ വേണം എന്നുള്ളതർത്താണ് ഈ KDF-ൻ്റെ ഒരു വിജയം ഇരിക്കുന്നത് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. ഹലോ, ടൈം ഉണ്ടാവോ? ടൈം പരിമിതമാണ്, ചോദിച്ചോളൂ. ചോദ്യമല്ല, ജസ്റ്റ് ഒരു കാര്യം ആഡ് ചെയ്യാനാണ്. നേരത്തെ സിബിൻ ഒരു കാര്യം പറഞ്ഞു, അപ്പം ഞാൻ പെട്ടെന്ന് പറയാം. അപ്പം ക്യാമ്പസുകളിൽ ഈ നമ്മുടെ ഇൻക്ലൂഷനും കാര്യങ്ങളും വന്നത് വിദ്യാർത്ഥികൾ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയിട്ടാണെന്ന് പറഞ്ഞു. നമുക്കിപ്പം നമ്മുടെ ക്യാമ്പസുകളിലേക്കും യൂണിവേഴ്സിറ്റികളിലേക്കും ഒക്കെ നമുക്ക് റിസർവേഷൻ വഴി അഡ്മിഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ഈ ഒരു മാർക്കിംഗ് ക്രൈറ്റീരിയ ഒക്കെ എല്ലാവർക്കും സെയിമാണ്. എല്ലാ റിസർവേഷൻ കാറ്റഗറിയിൽ കയറുന്ന ആളുകൾക്കും സെയിമാണ്. അപ്പം അങ്ങനെ പലതരം റിസർവേഷൻ കഴിഞ്ഞ് കയറി വരുന്ന ആളുകൾക്ക് ഒരേ ഒരു ട്രാക്കും ഒരേ ഒരു റേസും ആകുമ്പം ഭയങ്കര ഹെക്റ്റിക് ആയിരിക്കും. ഈ ഡിസബിലിറ്റി ഇതിൽ വരുന്ന ആൾക്ക് മറ്റവരുടെ കൂടെ ഓടി എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുള്ള, എൻ്റെ ഒരു ഫൈൻഡിങ് ആണ്, അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു ടൈമിൽ ആ ഒരു ഇതിൽ നമുക്ക് നല്ല മെൻ്റൽ പ്രഷറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മെൻ്റൽ പ്രഷർ ഉണ്ടാകുമ്പം മെൻ്റൽ പ്രഷർ ഉള്ളൊരു വ്യക്തിക്ക് അയാളുടെ എക്സ്ട്രാ ആയിട്ടുള്ള ഡിസബിലിറ്റി ഓവർകം ചെയ്യാനുള്ള നീഡ്സ് ഒന്നും പറയാനുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു അങ്ങനെ പുറത്തേക്ക് വരാനുള്ള ഒരു മെൻറ്റാലിറ്റി കിട്ടിക്കൊള്ളുന്നില്ല. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലും കൂടി ഒരു റിലാക്സേഷൻ വരുന്നത്. അപ്പം കോളേജുകളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ വർക്ക് സ്പേസിലാണെങ്കിലും ആ ഒരു റിലാക്സേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നീഡ്സ് പറയണമെങ്കിൽ നമ്മൾ തന്നെ പറയണം. അല്ലാണ്ട് ഏബിൾഡ് ആയിട്ടുള്ള ഒരാൾ പറയുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ തന്നെ പറയണം. അപ്പം ആ ഒരു ഫൈൻഡിങ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണമെന്ന്. താങ്ക് യു. യെസ്, എൻ്റെ പേര് ഹസീബ്. ഞാനും മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ ഇവിടെ ഡിസബിലിറ്റിക്ക് റിസർവേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നിലവിൽ നമ്മൾ ഗവൺമെൻറ് സെക്ടറിൽ പോസ്റ്റ് ഓഫീസിൽ GDS എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വരുന്നുണ്ട്. GDS-ൻ്റെ കീഴിൽ വരുന്നതിൽ BPM, ABPM അങ്ങനെ പല പോസ്റ്റുകളും കേരളത്തിലാണ്. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വന്നതിൽ BPM-ന് കേരളത്തിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററായിട്ട് ഡിസബിലിറ്റി കോട്ടയിൽ ഞങ്ങളെപ്പോലെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റിയിലേക്ക് തന്ന പോസ്റ്റ് എന്ന് വെച്ചാൽ പാലക്കാട് പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ അകത്തുള്ളൊരു പോസ്റ്റായിരുന്നു. ABPM ആയിട്ട് കൊടുത്തത് ഇടുക്കി സൂര്യനെല്ലിയിൽ കാട്ടിൻ്റെ അകത്തൊരു പോസ്റ്റ്. അഥവാ ഏറ്റവും പ്രശ്നമുള്ള ആൾക്കാരാണ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി. അങ്ങനത്തെ ആളുകളെ ഏറ്റവും പ്രശ്നമുള്ള സ്ഥലത്ത് കൊണ്ടുവരുന്നത് അത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ട് അതിൻ്റെ ലോജിക്ക്. അഥവാ ഞങ്ങളെപ്പോലത്തെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റിയുള്ള ആൾക്കാരെ കടുവൻ്റെ നടുവിലും കാട്ടിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് റിസർവ്. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം. നമ്മൾ ഡിസബിലിറ്റിയുള്ള മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ആലോചിക്കുന്നതും തയ്യാറാക്കുന്നതും അതിനെ ഉൾക്കൊള്ളാത്ത ലിവ്ഡ് എക്സ്പീരിയൻസ് ഇല്ലാത്ത മനുഷ്യന്മാർ മാത്രമാകുന്നത് കൊണ്ടുള്ള പ്രശ്നമാണിത്. ഈ പോളിസി മേക്കിങ്ങിലും ഇത്തരം ആലോചനകളിലും ഡിസബിലിറ്റി ലിവ്ഡ് എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യന്മാരുണ്ടാകുക എന്ന് തന്നെയാണ് ഇതിന് പരിഹാരം. അവിടേക്കും കൂടി നമ്മൾ എത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രം, അതല്ലെങ്കിൽ അവരുടെ പ്രാതിനിധ്യം, ഇപ്പം ഒരു കൊഗ്നിറ്റീവ് ഡിസബിലിറ്റി ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് ആ ഒരു പോളിസി മേക്കിൽ പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ ആയിഷാത്തെയും സുലൈഖാത്തെയും പങ്കെടുത്താൽ മാത്രമാണ് എങ്ങനെയാണ് ഇവർക്ക് അവിടെ ഉൾക്കൊള്ളാൻ പറ്റുക, ആ ഇൻക്ലൂസിവിറ്റി പരിപൂർണമായിട്ട് നടപ്പാക്കാൻ പറ്റുക എന്ന് സജഷൻസ് വെക്കാൻ പറ്റും. ആ അർത്ഥത്തിലേക്ക് നമ്മുടെ ചർച്ചകളും ചിന്തകളും പോവേണ്ടതുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോളിസികളും നിയമങ്ങളും ഭദ്രമാണ്. പ്രത്യേകിച്ച് 2016 RPW ആക്ട് വന്നതോടുകൂടി ഈ പറയുന്ന എല്ലാ സംഗതികളും റൈറ്റ്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള സംവേദനങ്ങളും ചർച്ചകളും സംവദിക്കുകയും ചെയ്യാം. അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാരണം മാത്രമാണ്. അതിൽ ഒരു പോയിന്റ് കൂടെ കൂടിച്ചേർക്കുന്നു. ഈ പറയുന്ന ഡിസബിലിറ്റിയുള്ള പേരൻസും കുട്ടികളും ആളുകളും ചേർന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നതിന് പകരം ഈ ചർച്ചകൾ പൊതു ഇടങ്ങളിലേക്ക് പോവേണ്ടതുണ്ട്. നമ്മുടെ പോളിസി മേക്ക് ചെയ്യുന്ന ആളുകളിലേക്ക് ചർച്ച പോവേണ്ടതുണ്ട്. ഈ LSGD വർക്കേഴ്സിന് ചർച്ച പോവേണ്ടതുണ്ട്. പഞ്ചായത്ത് ഓഫീസർമാർ, അതേപോലെ തന്നെ വാർഡ് മെമ്പർമാർ, അല്ലെങ്കിൽ കളക്ടറേറ്റിലുള്ള സിവിലുള്ള ആരൊക്കെയാണോ സിസ്റ്റം ഡ്രൈവ് ചെയ്യുന്നത് അവരിലേക്ക് ഡിസബിലിറ്റി അവയർനെസ്സും ഇൻക്ലൂഷൻ്റെ സാധ്യതകളെക്കുറിച്ചും ചർച്ചകൾ പോവേണ്ടതുണ്ട്. നമുക്ക് ആ ഒരു തലത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്, സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇവിടെ ആർക്കെങ്കിലും ഒന്നുകൂടെ ആഡ് ചെയ്യാൻ? മൻസൂർ, ഗോപി സാർ വൈൻഡപ്പ് ചെയ്യും. മൻസൂർ സംസാരിച്ച ശേഷം. ഒറ്റ പോയിന്റ്, നമ്മുടെ ഈ ഡിസബിലിറ്റി എക്സ്ക്ലൂഷനിലൂടെ 130 കോടി ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണ് ഈ ലോകത്തുള്ളത്. എത്ര?
നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യയ്ക്ക് ഏകദേശം തുല്യമായിട്ട് വരും. ഇത്രമാത്രം ആൾക്കാർ ജോലിയില്ലാതെയോ അല്ലെങ്കിൽ ഇവർ എക്കണോമിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെയോ നടക്കുമ്പോൾ 13 ട്രില്യൺ ഇക്കണോമിയാണ് നമുക്ക് നഷ്ടമാവുന്നത്. ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഈ ബിസിനസ്സുകാരെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ ഈ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ GDP മാത്രം 5 മുതൽ 7% നഷ്ടമാണ് ഓരോ കൊല്ലവും ഇത്തരത്തിലുള്ള എക്സ്ക്ലൂഷനിലൂടെ നടക്കുന്നത്. ഇത്തരത്തിലുള്ള സത്യങ്ങൾ ഇവരെ അറിയിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇതെൻ്റെ അവകാശമാണ്, ഡിസബിലിറ്റി അല്ലെങ്കിൽ റിസർവേഷനാണ് എന്ന് നമ്മൾ പറയുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടമാവുന്ന ഇത്തരത്തിലുള്ള ഒരു എക്കണോമിയാണെന്ന് പറയാൻ ആ രീതിയിൽ നമ്മൾ ഇതിനെ റേസ് ചെയ്ത് പോകണം. താങ്ക് യു. നമ്മൾ ചർച്ച കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചർച്ചയിൽ ഒരുപാട് തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സജഷൻസൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് പേരുടെ എക്സ്പീരിയൻസസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ തൊഴിൽ പൊതു ഇടങ്ങളിലും അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും എങ്ങനെ നമുക്ക് വരും കാലങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണല്ലോ. സത്യത്തിൽ നമ്മൾ RPWD ആക്ട് 2016 വന്നതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് പോലും നമ്മൾ വേദി ഒരുക്കുന്നത്. പ്രത്യേകിച്ച് KDF നമ്മൾ ആദ്യമായിട്ടാണ് അത്. അപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഫസ്റ്റ് ഇൻ ദ വേൾഡ് അല്ലേ. നമുക്ക് ഇനി ഇവിടെ തൊട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാം. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു 10 വർഷം മുന്നേ എന്തായിരുന്നു നമ്മൾ ചിന്തിക്കണം, ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ചിന്തിക്കണം. 10 വർഷം മുന്നേ നമ്മളൊരു ഇൻ്റലക്ച്വൽ നേരത്തെ പറഞ്ഞ ഒരു കണക്ഷൻ ഉണ്ട്. ഡിസബിലിറ്റിയിലെല്ലാം കൊണ്ടുപോകുന്നത് ഈ ലോക്കോമോട്ടർ ഡിസബിലിറ്റിക്കാരല്ല, അതിൽ വിഷയമുള്ള ആൾക്കാരുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 4% സംവരണം കൊടുത്തപ്പോൾ ആ 4% സംവരണത്തിൽ 1% ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക്, 1% ഈ വിഷ്വൽ ഇമ്പയർമെൻറ്റും ലോ വിഷനുള്ള ആൾക്കാർക്ക്, മറ്റൊരു 1% ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഉള്ള ആൾക്കാർക്ക്, പിന്നെ 1% മെൻ്റൽ ഇൽനെസ്, മെൻ്റൽ ഡിസബിലിറ്റി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി കാറ്റഗറി വരുന്ന ആൾക്കാരൊക്കെ വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. പക്ഷേ അതിലും അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ നടന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ന്യൂവർ ഡിസബിലിറ്റീസിൽ പെടുന്ന ഹിമോഫീലിയ, തലസീമിയ, സിക്കിൾ സെൽ അനീമിയ, അവർക്ക് എവിടെ ഈ പറഞ്ഞ റിസർവേഷൻ എവിടെ? ആസിഡ് അറ്റാക്ക് വിക്ടിംസിന് ആസിഡ് അറ്റാക്കിന് കിട്ടും. അപ്പോൾ പ്രത്യേകിച്ചും പല ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിന് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പരിഗണിക്കുമ്പോൾ എന്താണ്, അത്തരം പരിഗണന കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഷനിൽ കൊടുക്കണം എന്നുള്ളതും കൂടെ ഞാൻ പറയാം. അപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ എൻ്റെ ഒരു ഇൻട്രോഡക്ടറി ടോക്കിൽ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ കോഴിക്കോട് ജില്ലയിൽ 13 പേരെ കയറി ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി കയറുന്ന വളരെ വലിയ സൈനാണ്. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റത്തേക്കുള്ള ഒരു എന്താ പറയുന്നത് ഒരു കാൽവെപ്പാണ് നമ്മൾ KDF പോലുള്ള. അപ്പോൾ നമ്മൾ KDF എന്തുകൊണ്ട് ബീച്ചിൽ വെച്ച് നടത്തി? KDF എന്തുകൊണ്ട് നല്ല എന്താ പറയുക വേറെ വല്ല സ്ഥലങ്ങളിലും ഒരു സ്കൂളിൽ കെട്ടിടത്തിൽ വെച്ച് നടത്തി അത്ര എക്സ്പെൻസീവായിട്ട് നമുക്ക് വരില്ല. പക്ഷെ അവിടെ പ്രശ്നം എന്താണ്, ബൈ ചാൻസിൽ പോലും ഒരു എന്താ പറയുക ജനറൽ പബ്ലിക് ഇതിനകത്ത് ആ സ്കൂളിൽ കയറി വരില്ല. ഇവിടെ എന്താണ്, നമ്മൾ ഒരാളെങ്കിൽ ഒരാൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ആക്റ്റീവ് ലിസണേഴ്സായിട്ടുള്ള പോലും പലരും ഇവിടെ വന്നു നോക്കി പോകുന്ന പലരുണ്ട്. അവർക്കെങ്കിലും ഒരു വാക്കെങ്കിലും ഈ ഒരു ഡിസബിലിറ്റിയെക്കുറിച്ച് അവർക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് KDFൻ്റെ ഏറ്റവും വലിയ വിജയമാണ്. അതിലൂടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വിഭാവനം ചെയ്യുന്ന ഭിന്നശേഷി സൗഹൃദമായുള്ള പൊതു ഇടങ്ങളാണെങ്കിലും, ഭിന്നശേഷി സൗഹൃദമായുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും, ഭിന്നശേഷി സൗഹൃദമായുള്ള തൊഴിലിടങ്ങളിലാണെങ്കിലും. അപ്പോൾ നമ്മൾ ഭിന്നശേഷിക്കാരെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും എന്താ പറയുന്നത് പാർശ്വവൽക്കരെ കണ്ടിരുന്ന സമൂഹത്തിൽ നിന്ന് ഭിന്നശേഷിക്കാരെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തെക്കുറിച്ചും അവരുടെ തൊഴിൽ മേഖലയിലുള്ള വളർച്ചയെക്കുറിച്ചൊക്കെ ഒരു പ്രൊഡക്റ്റീവാണ്. അദ്ദേഹം പറഞ്ഞു നമ്മുടെ GDPയിൽ ഇത്ര കുറവാണ്, അദ്ദേഹം അതിനെക്കുറിച്ച് വ്യക്തമായി വായിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇതിൽ വലിയ സാധ്യതകളുണ്ട്. നമ്മൾ തുടർന്നും ഇത്തരത്തിലുള്ള ചർച്ചകൾ പൊതുസമൂഹത്തെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ചർച്ച ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, വൈൻഡപ്പ് ചെയ്യാണ്. വളരെ വലിയ നന്ദി, എല്ലാവരും ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. താങ്ക് യു ഓൾ. താങ്ക് യു. ചർച്ചയിൽ പങ്കെടുത്ത മൻസൂർ, റാം, സിബിൻ, ഗോപി സർ, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. ഇതിലുപരി ഈ ചർച്ച ഏകദേശം 1.5 മണിക്കൂറോളം നമ്മൾ ചർച്ച ചെയ്തു. വളരെ ആക്റ്റീവായിട്ട് കേട്ട് നിന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. വേദി അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആൾ വെയിറ്റിംഗ് ആണ്. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ.